الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليمًا كثيرًا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ സദസ്സിനെ നമ്മളിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപകർമ്മങ്ങളെല്ലാം അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മോമിനീങ്ങളെ, സഹോദരങ്ങളെ, മോമിനീങ്ങളായ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ നിലയിലുള്ള ജീവിതം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയമുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൽപ്പനകൾക്ക് വിപരീതമായി ജീവിച്ചാൽ ഇരുലോകത്തും നഷ്ടമാണ്, ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അല്ലാഹു തആല ആ നല്ല വിശ്വാസങ്ങളിലൊക്കെ അവസാനം വരെ നിലനിൽക്കുവാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളിൽ നാം എപ്പോഴും ഓർമ്മയോടെ വെച്ചു പുലർത്തേണ്ട ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു. മിക്കവാറും എല്ലാ അമലുകളെക്കുറിച്ച് പറയുമ്പോഴും അതിലൊക്കെ തങ്ങൾ സൂചിപ്പിക്കാറുള്ള ഒരു വിഷയം അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുക എന്നതാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും നോമ്പ് മാസത്തിൽ റമളാനിൻ്റെ പകലിൽ നോമ്പെടുത്താൽ, എങ്ങനെ നോമ്പെടുത്താൽ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി, പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടി. പ്രതിഫലം തരുന്നവൻ അള്ളാഹുവാണ്, അവനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്തുകൊണ്ട് നോമ്പെടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ ഒമൻ ഖാമ
റമദാന ഈമാനൻ വഹ്തിസാബൻ. റമദാനിൻ്റെ പുണ്യമാസത്തിൻ്റെ രാത്രികളിൽ ഒരടിമ നിന്ന് ഇബാദത്തെടുക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ഉറക്കമൊഴിഞ്ഞുകൊണ്ട് മറ്റ് അമലുകളിൽ വ്യാപൃതനാകുമ്പോഴും അവൻ വെച്ചു പുലർത്തേണ്ട ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാനും വഹ്തിസാബും ഉണ്ടാകണം എന്നാണ്. ഈമാനും ഇഹ്തിസാബും ഉണ്ടാകണം. ഈമാനും ഇഹ്തിസാബും ഇല്ലാത്ത രൂപത്തിലുള്ള അമലുകളൊന്നും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നില്ല. അമലുകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള പരിശോധനയാണ് ഉണ്ടാവുക. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയെ പകർന്നുകൊണ്ട് തങ്ങൾ നമുക്ക് പഠിപ്പിച്ച രൂപത്തിലാണോ അത് നിർവഹിച്ചത് എന്ന് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ നിർവഹിക്കുന്നതിന് അതിൻ്റേതായ കർമ്മശാസ്ത്രത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കുന്നത്. ആ കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേ നിലയിലായിരിക്കണം അത് അനുഷ്ഠിച്ചത്. രണ്ടാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത്, പരിഗണിക്കുന്നത് അത് നിർവഹിച്ച മനുഷ്യൻ്റെ മനസ്സാണ്, അവൻ്റെ ഖൽബിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്താശൈലിയാണ്. ഇത് രണ്ടും ഒരുപോലെ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നതാകുമ്പോഴാണ് അമലുകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലം നൽകപ്പെടുക. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അതുപോലെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളൊക്കെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാനുള്ളതാണ് എന്ന വിശ്വാസവും വിചാരവും ഉണ്ടാകണം. ആഖിറത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്, പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. എന്താ ഈ പരലോകം എന്ന് പറയുന്നത്? ഏതാണ് ഈ ആഖിറത്ത് എന്ന് പറയുന്നത്? അവ്വൽ എന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീത പദത്തിലാണ് ആഖിർ എന്ന് ഉപയോഗിക്കാറുള്ളത്. ആദ്യത്തേത് എന്നതിൻ്റെ വിപരീത പദത്തിൽ അവസാനത്തേത് എന്ന് പറയുന്നു. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഭൗതിക ലോക ജീവിതം, മറ്റൊന്ന് പാരത്രിക ലോക ജീവിതം. ഭൗതിക ലോക ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചിരിക്കുന്ന ദിവസം അവസാനിക്കുമ്പോൾ അത് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമായി മാറുന്നു. ഒന്ന് ഒരു സ്ഥലത്ത് ഒടുങ്ങുകയും മറ്റൊന്ന് അവിടെ തന്നെ തുടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. വളരെ രസകരമായി, വളരെ അത്ഭുതകരമായി മനുഷ്യൻ്റെ ജീവിതത്തെ അല്ലാഹു തആല ഈ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് വേണ്ടി ഒരു പ്രത്യേക മൂഷയിൽ വാർത്ത് സമ്മാനിച്ചിരിക്കുകയാണ്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടു കൂടി അമൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടിമകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതത്തിൻ്റെ താൽക്കാലികമായ വിരാമം കുറിച്ചുകൊണ്ട് മരണം അവനെ കീഴ്പ്പെടുത്തുകയും അനന്തരം മറ്റൊരു ലോകത്തേക്ക് അവനെ ആനയിക്കപ്പെടുകയും ചെയ്യുന്ന ആ വേളയിൽ, ആ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രത്യേകമായ സന്ദർഭത്തിൽ അവന് മനസ്സിന് ആനന്ദമുണ്ടാകണം, അവന് മനസ്സിന് സന്തോഷം കിട്ടണം. അവിടെ മുതൽക്ക് അങ്ങോട്ട് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളുടെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ എനിക്ക് അവസരമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഉറക്കമൊഴിയുന്നത്, അതിനുവേണ്ടി ഞാൻ പട്ടിണിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആകളിൽ ഒരു ദുആ ഇപ്രകാരം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്: അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅമാലിന അവാഖിറ വ ഖൈറ അഅമാലിന ഖവാതിമ വ ഖൈറ അയ്യാമിന യൗമ നൽഖാക്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ഭൗതിക ലോക ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിൽ, സമയങ്ങളിൽ, നിമിഷങ്ങളിൽ ഏറ്റവും നല്ല ആയുസ്, ഏറ്റവും നല്ല ഉംർ അതിൻ്റെ അവസാന ഭാഗമാകണേ എന്ന് ദുആ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം നമ്മൾ ആരായിരുന്നാലും എങ്ങനെയായിരുന്നാലും അതിനെയല്ല പരിഗണിക്കപ്പെടുക. അന്ത്യം എങ്ങനെയാണോ, അവസാനം എങ്ങനെയാണോ, അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ആ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ ആനയിക്കുന്നത്, സ്വീകരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ ഗുണവും ദോഷവും നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വഖൈറ അഅമാലിന ഖവാതിമഹു, ഞങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ അതിൻ്റെ അന്ത്യത്തെ നീ നന്നാക്കണമേ എന്ന് ദുആ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭശൂരത്വത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ആവേശത്തിൻ്റെ അമലുകൾ അനുഷ്ഠിക്കുകയും അവസാനം അതൊക്കെ ഇട്ടുകളയുകയും ചെയ്യുന്ന ആ ദുരവസ്ഥ ഉണ്ടാകരുത്. ഇസ്തിഖാമത്തുണ്ടാകണം, ആഖിബത്ത് നന്നാകണം എന്ന സൂചനയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ദുആ പഠിപ്പിച്ചു.
വീണ്ടും തങ്ങൾ പറഞ്ഞത് വഖൈറ അയ്യാമിന യൗമൻ അൽഖാക്, വഖൈറ അയ്യാമിന യൗമൻ അൽഖാക്, ഞങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസമാക്കണമേ എന്ന് ദുആ ചെയ്തു. ഞങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസമാകണമേ, ആക്കണമേ എന്ന് ദുആ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം ഏതാണ്? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻതബഹു, മനുഷ്യരൊക്കെ ഉറക്കത്തിലാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവരെ അതിൽ നിന്നും ഉണർത്തുന്നത്, തട്ടി വിളിക്കുന്നത് മരണമാണ്, മലക്കുൽ മൗത്താണ്. ഇദാ മാതു ഇൻതബഹു, മരിച്ചാലാണ് അവർ ഉണരുക. ഉണർന്നെഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ ഇന്ന് വരെ പലതും പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ പലതും കാണാൻ ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അവരുടെ മുമ്പിൽ കാണിക്കപ്പെടുകയായി. അതൊക്കെ അവരുടെ മുമ്പിൽ നേർക്ക് നേരെ അവർക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഉണർച്ച ഉണ്ടാകുന്നത്. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى فإذا جاءت الطامة الكبرى. താമത്തുൽ കുബ്ര എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നത് ഒരു വലിയ സംഭവം, അല്ലെങ്കിൽ ഒരു വലിയ പ്രകമ്പനം. അതൊന്നെങ്കിൽ മനുഷ്യരുടെ മരണമാകാം, അതല്ലെങ്കിൽ ഖിയാമത്താകാം, രണ്ടുമാകാം. ഒന്നെങ്കിൽ ഈ ഭൂമിയുടെ അന്ത്യമാകാം, അല്ലെങ്കിൽ ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ അന്ത്യമാകാം, രണ്ടുമാകട്ടെ. ഫഇദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്ര യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അപ്പോഴാണ് ഓരോരുത്തരും അവരവരുടെ അധ്വാനത്തിന്റെ ഫലത്തെ മുമ്പിൽ കാണുന്നത്. ഞാൻ ചെയ്ത അമല്, ഞാൻ ചെയ്ത പ്രവൃത്തി, ശരിയാകട്ടെ തെറ്റാകട്ടെ, എന്തായിരുന്നാലും ആ ശരിയും തെറ്റും അതിന്റെ ശരിയായ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് അപ്പോഴാണ്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. അങ്ങനെ ഞാൻ ചെയ്തു കൂട്ടിയ അമലുകളുടെ ഗുണവും ദോഷവും എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഭൗതിക ലോക ജീവിതത്തിൽ തുറന്നു വച്ചിരുന്ന കണ്ണടയ്ക്കുകയും മറ്റൊരു ലോകത്തേക്ക് പുതിയ കണ്ണ് തുറക്കുകയും ചെയ്യുന്ന, ഇവിടുത്തെ ജീവിതം അവസാനിക്കുകയും മറ്റൊരു ലോകത്തേക്ക് പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്ന ആ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. നമുക്ക് ആ ദുആ പഠിപ്പിക്കുകയും ദുആയിലൂടെ ഈ ഒരു ബോധം നമ്മളിൽ വളർത്താൻ ഉദ്ദേശിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത അടിമകൾ, സുമ്മസ്തഖാമു, അതിൽ തന്നെ അതേപടി തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത അടിയാറുകൾ, അവർക്ക് മരണമാസന്നമാകുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വരും ആകാശത്തു നിന്നും, കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങും. തതനസ്സലു എന്ന പദത്തിന് അങ്ങനെ തന്നെയാണ് അർത്ഥം നൽകേണ്ടത്. തതനസ്സലു അലൈഹിമുൽ മലായിക, ഒന്നിനു പുറകെ ഓരോരുത്തരായി, അണിയണിയായി, സഫായി, കൂട്ടം കൂട്ടമായി ഈ അടിമയുടെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ്. ഈ അടിമയുടെ മരണം ആകാശത്തൊരാഘോഷം പോലെയാണ്. ഈ അടിമയുടെ മരണം അള്ളാഹുവിന്റെ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാകട്ടെ. ആ ദിവസത്തിന്റെ സന്തോഷത്തെ പങ്കിടുന്നതിന് വേണ്ടി ഒരു പക്ഷേ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യരൊന്നും ഉണ്ടാവുകയില്ല. അവരൊപ്പം ഞാൻ കുറേ സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് കഴിഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് സന്തോഷങ്ങൾ പങ്കിട്ട് കഴിഞ്ഞു. ഇനി എൻ്റെ ഈ വലിയ സന്തോഷത്തെ പങ്കിടാൻ വേണ്ടിയിട്ട് ആകാശത്തു നിന്നും പ്രത്യേക വിരുന്നുകാർ വരികയാണ്, മലക്കുകൾ വരികയാണ്. ആ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, സമാധാനപ്പെടുത്തുന്നു.
അല്ലാ തഖാഫു വലാ തഹ്സനു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാ തഖാഫു, നീ ഭയപ്പെടണ്ട. വലാ തഹ്സനു, നീ വ്യസനിക്കുകയും വേണ്ട, പരിഭവിക്കുകയും വേണ്ട. എല്ലാ ജനവിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം വേർപാടിൻ്റെ ഈ വേളയിൽ, പരലോകത്തേക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ രുചി അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ പേടിക്കുക, വിഷമിക്കുക, വ്യസനിക്കുക എന്നതൊക്കെ പതിവാണ്. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നിനക്ക് ബാധകമേ അല്ല. നീ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിന് വിധേയനാക്കപ്പെടുകയാണ്, പ്രത്യേക പരിഗണനയ്ക്ക് നീ അർഹത നേടിയിരിക്കുകയാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, നീ പരിഭവിക്കേണ്ടതില്ല, നീ പേടിക്കുകയും ചെയ്യേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിനക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ആ സ്വർഗലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നേരമായി, സമയമായി. അതുകൊണ്ട് നിനക്കിപ്പോൾ സന്തോഷിക്കാനാണ് അള്ളാഹുവിൻ്റെ വിധി, ദുഃഖിക്കാനല്ല, വേദനിക്കാനല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല സാധുക്കളായ നമുക്കൊക്കെ ആ നല്ല സന്തോഷ വാർത്ത കേൾക്കാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. ഇതിന് വിപരീതമായ നിലയിൽ ഖുർആൻ പറയുന്ന തരത്തിൽ ദുഷിച്ച മരണത്തിന് വിധേയമായി പോകുന്ന ഭാഗ്യദോഷികളിൽ പെടാതെ പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പ്രമുഖരായ പല സഹാബാക്കളും ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്നോണം ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത് നമുക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അവറുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവറുകൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവറുകൾ തുടങ്ങിയ ഒരുപാട് സഹാബാക്കളുടെ കുറേ റിവായത്തുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അതിൻ്റെ സിഹത്തും ദുഅഫും പരിശോധിക്കുന്നതിൽ അഗ്രഗണ്യരായ ചില ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന വിശാലമായ ചില ഹദീസ് വായിക്കുമ്പോൾ ആ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അടിമയുടെ, ഒരു മുഅ്മിനിന്റെ, ഒരു നല്ല ദാസന്റെ മരണം ആഘോഷമയമാക്കുന്നതിനുള്ള, അലങ്കാരപൂർണമാക്കി തീർക്കുന്നതിനുള്ള ഓരോരോ വാക്കുകൾ നമ്മെ കേൾപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ പണ്ട് കാലത്തെ നമ്മുടെ മുന്നോറുകളും മഹാന്മാരും ഒക്കെ ആശിച്ചതുപോലെ നമ്മളും ആശിച്ചു പോകും. അഥവാ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വന്നാൽ, വിശ്വാസം വന്നാൽ. അള്ളാഹു നമുക്ക് ഈമാനും വിശ്വാസവും തരുമാറാകട്ടെ. ഈ ദുനിയാവിനോടും ദുനിയാവിൻ്റെ താൽക്കാലികമായ രസങ്ങളോടും അതിൻ്റെ അനുഭൂതികളോടും വിരക്തി പുലർത്തുകയും അതിനോട് വിട്ടുനിൽക്കുകയും അതിൽ നിന്നും എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാൻ ആശിക്കുകയും ചെയ്തിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ചരിത്രത്തിൽ പരിചയമുണ്ട്. അവരെ നമ്മൾ സൂഫിയാക്കളെന്നാണ് വിളിക്കുന്നത്, ഔലിയാക്കളെന്നാണ് വിളിക്കുന്നത്. ഔലിയാക്കളെന്നും സൂഫിയാക്കളെന്നും ഒക്കെ പറയുമ്പോൾ സാധാരണക്കാരായ മൂമിനീങ്ങളുടെ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം അവർക്ക് ഈ ദുനിയാവുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. അവർക്ക് ഈ ഭൗതിക ലോക വിഭവങ്ങളുമായി, വസ്തുക്കളുമായി, സുഖാനുഭൂതികളുമായി ഒരു ബന്ധവുമില്ല. ലോകം തിരിയാത്തവർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ സംബന്ധിച്ചിട്ട് ഒറ്റ വാക്കിൽ തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. അവർക്ക് ലോകം തിരിയാഞ്ഞിട്ടല്ല. ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതന. ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതന. അള്ളാഹുവിന് ചില അടിയാറുകളുണ്ട്. ആ അടിമകളെ കുറിച്ചിട്ട് പുരോഗമിച്ചു എന്ന് വിശ്വസിക്കുന്ന നമ്മളൊക്കെ ചിലപ്പോൾ പഴഞ്ചന്മാരാണ് എന്ന് വിധി എഴുതാറുണ്ട്. അവർക്ക് ലോകം തിരിഞ്ഞിട്ടില്ല. ഇന്നത്തെ യുഗത്തിന്റെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ പുരോഗതികളും വികസനങ്ങളും ഒന്നും അവരെ ബാധിച്ചിട്ടില്ല, അവർക്ക് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ബുദ്ധിമാന്മാരായ ഒരു പറ്റം അള്ളാഹുവിന്റെ അടിയാറുകൾ, ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതന, അവരുടെ ബുദ്ധികൂർമ്മതയുടെ പേരിൽ ഒരു തീരുമാനത്തെ അവർ കൈക്കൊള്ളുകയാണ് ചെയ്തത്. എന്താണ് അവർ ചെയ്തതെന്ന് അറിയുമോ? തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതന. ഭൗതിക ലോകത്തെയും അതിൻ്റെ ജീവിതത്തെയും അവർ തലാഖ് പറഞ്ഞു. അവർ തലാഖ് പറഞ്ഞു. തലാഖ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തലാഖ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ അങ്ങനത്തെ ഭൗതിക ജീവിതം തിരിയാത്തത് കൊണ്ടല്ല, ഭൗതിക ജീവിതം കാണാത്തത് കൊണ്ടുമല്ല, അറിയാത്തത് കൊണ്ടുമല്ല. തലാഖ് പറയുക എന്ന് പറഞ്ഞാൽ ആദ്യം വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു, കുറെ കാലം ഒന്നിച്ച് താമസിച്ചു, കുറെ കാലം ഒന്നിച്ച് താമസിച്ചതിൽ നിന്നും ഒരു കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഇനി നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റൂല എന്ന് തീരുമാനിച്ചപ്പോൾ അവിടുന്ന് പിരിഞ്ഞു. അതിനാണ് തലാഖ് എന്ന് പറയുന്നത്, അല്ലേ? അതിനാണ് തലാഖ് എന്ന് പറയുന്നത്. തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതന ഫനളറൂ ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ ഫനളറൂ ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ. കുറച്ചു കാലം ഈ ഭൗതിക ലോക ജീവിതത്തോട്
അടുത്തിടപഴകാൻ ശ്രമിച്ചു. അതുമായി തങ്ങളുടെ സമയത്തെയും സാമർഥ്യത്തെയും ഒക്കെ വിനിയോഗിച്ച് മുമ്പോട്ട് നീങ്ങാൻ ശ്രമിച്ചു. ഒന്നിച്ചു പോയി കുറച്ചു കാലം. പക്ഷേ കുറെ കാലം അവരുമായി ഒന്നിച്ച് താമസിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഫാലിമു അന്നഹ ലൈസത് ലിഹയ്യിൻ വാതന, ഇത് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു നാടല്ല, ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു യുഗവുമല്ല, അല്ലെങ്കിൽ ഒരു ലോകവുമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ബുദ്ധിപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് കയറി വരുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടിന്റെ ആധിക്യത്താൽ കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ആ മഹാനുഭവനെ കൈക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഏതോ ഒരു മൂലയിൽ നിന്നും കുറെ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ഒച്ചയിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. പള്ളിയുടെ ഉള്ളിൽ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും ചെയ്യുന്ന അത്ഭുതകരമായ അന്നത്തെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ കൈക്ക് പിടിച്ചുകൊണ്ടുവന്ന ആളിനോട് പറഞ്ഞു, അവരുടെ അടുക്കലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവുക. ആരാണ് അവിടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത്, സംസാരിക്കുന്നത്? അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം സലാം പറഞ്ഞു. ആ ആളുകളൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ സലാം അടക്കി. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ പ്രായം കുറവാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഖുർആനിന്റെ പാണ്ഡിത്യത്തിൽ അഗ്രഗണ്യനാണ്. റഈസുൽ മുഫസ്സിരീൻ എന്നാണ് മുസ്ലിം ലോകം അദ്ദേഹത്തിന് വിശേഷനാമം നൽകിയിട്ടുള്ളത്. ഖുർആനിന്റെ പണ്ഡിതനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ എന്ന് പറയുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയുടെ പുത്രനാണ്. പ്രായക്കുറവാണെങ്കിൽ പോലും കൂടുതൽ ഇൽമുണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന മഹാനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ ആളുകൾ ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്നു. അവർ സലാം അടക്കി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ അവരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് തമാശ പറയാൻ തോന്നുന്നത്? അതും പള്ളിയിലിരുന്നു കൊണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാനും തമാശ പറയാനും തോന്നുന്നു? ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ പോകാൻ പോകുന്ന പരലോകത്തെക്കുറിച്ചും അതിൻ്റെ ആദ്യ പടിയായ ഖബറിനെ സംബന്ധിച്ചിട്ടും പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഭവനത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ചിരിക്കാൻ തോന്നുമായിരുന്നില്ല. ഒരിക്കലും നമുക്ക് തമാശ പറയാൻ തോന്നുമായിരുന്നില്ലല്ലോ, കളി പറയാൻ തോന്നുമായിരുന്നില്ലല്ലോ. നമ്മളെ കാത്തിരിക്കുന്നത് പുഴുക്കളുടെ ഗേഹമാണ്. നമ്മളെ കാത്തിരിക്കുന്നത് ചിതൽപുറ്റുകളുടെ ലോകമാണ്. നമ്മളെ കാത്തിരിക്കുന്നത് ഏകാന്തതയുടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട മണ്ണിന്റെ കുഴിമാടമാണ്. അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയും? നമുക്ക് മുൻഗാമികളായി കുറെ ആളുകൾ ആ ലോകത്തേക്ക് നടന്നു നീങ്ങി. അവരിൽ അധിക പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചിരിക്കുന്നത് പോലെ അവരൊരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് തമാശ പറയുന്നത് പോലെ അവരൊരിക്കൽ പോലും തമാശ പറഞ്ഞിട്ടില്ല. അവരങ്ങനെ ചിരിക്കാത്തതും കളിക്കാത്തതും തമാശ പറയാത്തതും ലോകത്തെക്കുറിച്ചിട്ട് അവർക്ക് തിരിയാഞ്ഞിട്ടായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞ വാക്ക് നമ്മളുടെ ഭാഷയിലേക്ക് ഞാൻ പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അന്ന് അവർ കളിക്കാത്തതും ചിരിക്കാത്തതും അവർക്ക് ലോകം തിരിയാഞ്ഞിട്ടായിരുന്നില്ല. അവർ ബുദ്ധിയില്ലാത്തവരും ലോകം അറിയാത്തവരും ആയതുകൊണ്ടുമല്ല, മറിച്ച് അവർ കൂർമ്മ ബുദ്ധിയുള്ള അതീവ സമർത്ഥന്മാരായിരുന്നു. ആ സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ കാര്യങ്ങളെ സമീപിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അവർ സ്വയം ഒരു തീരുമാനമെടുത്തതാണ്, അന്നഹ ലൈസത് ലിഹയ്യിൻ വാതന, ഇവിടെ ചിരിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകമല്ല ഇത്, ഇവിടെ കളിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകമല്ല ഇത്, ഇവിടെ സുഖിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകമല്ല. ഇവിടുത്തെ സുഖവും ഇവിടുത്തെ സന്തോഷവും ഇവിടുത്തെ ചിരിയും കളിയും തമാശയും ഒക്കെ ഒരുതരം അഭിനയം പോലെയാണ്. ആ കളിക്കും ചിരിക്കും തമാശയ്ക്കും ഒരർത്ഥമില്ല. അർത്ഥശൂന്യമായ ഈ ലോകത്ത് ചിരിക്കാനും കളിക്കാനും വേണ്ടിയിട്ട് മെനക്കെടാൻ തൽക്കാലം ഞങ്ങൾ തയ്യാറില്ല എന്നവർ തീരുമാനിക്കുകയും ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ അവർ ഉറച്ചു തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവര് ഒരു പക്ഷേ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒന്നും തിരിയാത്ത ആളുകളെ പോലെ മൂലയിൽ ഒതുങ്ങുന്നവരായി നിങ്ങൾക്ക് തോന്നി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞ വചനം അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പരലോകത്തെ സംബന്ധിച്ചിട്ടും പടച്ചവനെ സംബന്ധിച്ചിട്ടും പോയി ചേരാൻ പോകുന്ന ലോകത്തെ സംബന്ധിച്ചിട്ടും നന്നായി അറിയുകയും ബോധ്യപ്പെടുകയും ആ ലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാവുകയും ചെയ്ത് ആ രംഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ അവര് കുറച്ചു കാലത്തിന് ശേഷം മലക്കുകളുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടി മരണം വരിക്കുകയും പരലോകത്തേക്ക് സ്വർഗയാത്ര നടത്തുകയും ചെയ്തു. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ധരിച്ചുകൊണ്ട് സഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരുപാട് വചനങ്ങളുണ്ട്.
ഒരു മനുഷ്യന്, നല്ല അടിമയ്ക്ക്, നല്ല ദാസന് മരണമാസന്നമാകുമ്പോൾ ആകാശത്തു നിന്നും മലക്കുകൾ സഫ് സഫായി ഇറങ്ങി വരുന്നതാണ്. ഒന്നിനു പിറകെ ഓരോരുത്തരായി ഇറങ്ങി വന്ന് അവനിൽ നിന്നും അവന്റെ കണ്ണുകൾ എത്താത്തത്ര ദൂരത്തിൽ അവര് അണിയായി നിരന്നു നിൽക്കുകയും ചെയ്യുന്നതാണ്. മുദ്ദ ബസ്റഹു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പദം. മുദ്ദ ബസ്റഹു, അവന്റെ കണ്ണിങ്ങനെ തുറന്നു നോക്കിയാൽ അത് എത്താത്തത്ര ദൂരത്തേക്ക് മലക്കുകൾ ഇങ്ങനെ അണിയണിയായി നിൽക്കുന്നതാണ്. അനന്തരം അവരുടെ നേതാവ് എന്ന നിലയിൽ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന തന്റെ അനുയായികളെ ഒക്കെ മറികടന്നുകൊണ്ട് ഒരു ക്യാപ്റ്റൻ കടന്നു വരുന്നത് പോലെ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ പരിസരത്ത് എത്തുകയും അവന്റെ തലഭാഗത്ത് വന്നിരിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അവസ്ഥ അനുഭവിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മുൻകൂട്ടി വരാൻ പോകുന്ന ഈ സത്യസന്ധമായ അവസ്ഥകളെ കുറിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളുടെ മുമ്പിൽ ഒരു ചിത്രം വരച്ച് കാട്ടും പോലെയാണ്, നമുക്ക് തൊട്ട് കാട്ടി പഠിപ്പിക്കും പോലെയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഭാഗ്യം സിദ്ധിച്ചവർ ഭാഗ്യവാന്മാരാണ്. അത് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ മറന്നു കളയുകയോ ധിക്കരിക്കുകയോ ചെയ്ത വിഭാഗം ഭാഗ്യദോഷികളാണ്. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം അണിയണിയായി നിൽക്കുന്ന മലക്കുകളെ ഒക്കെ കടന്നുകൊണ്ട് ഈ മനുഷ്യന്റെ തലയ്ക്കും ഭാഗത്ത് വന്നിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൈകളിൽ ചില പ്രത്യേകമായ വസ്തുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കഫനിന്റെ പുടവയാണ്. മറ്റൊന്ന് ഈ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനത്തെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൈകൊണ്ട് നമ്മൾ അതിനെ പിടിക്കാറില്ല. കൈകൊണ്ട് പിടിച്ചാൽ അഴുക്കായി പോകാൻ സാധ്യതയുണ്ട്. കൈകൊണ്ട് പിടിച്ചാൽ അതിന്റെ ആ മഹത്വത്തെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ള സാധനത്തെ നമ്മൾ എങ്ങനെയാണോ ആദരവോടുകൂടി സ്വീകരിച്ചിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ആദരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ പാത്രത്തെ ഒരുക്കിക്കൊണ്ടുവരുന്നത്, അതേ രൂപത്തിൽ ഒരു പാത്രം ആകാശ ലോകത്ത് നിന്നും മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം കൊണ്ടുവരും. കഫന്റെ പുടവ സ്വർഗത്തിന്റെ പട്ടിന്റെ കോലത്തിൽ പടച്ചവന്റെ നിർദ്ദേശപ്രകാരം ഈ മനുഷ്യന്റെ ആത്മാവിനെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരും. ഇത് രണ്ടുമായി മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ തലയ്ക്കും ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് ആ മനുഷ്യനെ സംബോധന ചെയ്തുകൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറയുന്നത് ഒരു ചിത്രീകരണം പോലെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചോളുക. വേണമെങ്കിൽ ഈ ഇരുന്ന് പ്രസംഗിക്കുന്ന എന്റെ മരണമാണെന്ന് നിങ്ങൾ വിചാരിച്ചോളുക. എന്നിട്ട് എന്റെ മരണത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ. എന്നാൽ പിന്നെ നിങ്ങൾക്കാർക്കും പരാതി ഉണ്ടാവില്ലല്ലോ. അള്ളാഹു തആല നല്ലത് ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സന്തോഷത്തോടുകൂടി തലക്കും ഭാഗത്ത് വന്നിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ വസ്തുക്കളിൽ നിന്നും അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പൂമണം അത് തന്നെ ആത്മാവ് പിരിയാൻ പോകുന്ന മനുഷ്യന്റെ മനസ്സിനെ കവർന്നെടുക്കുകയാണ്. ആ സുഗന്ധത്തിൽ തന്നെ അയാൾ ഇങ്ങനെ അറിയാതെ ലയിച്ചു പോവുകയാണ്. ആ സുഗന്ധത്തിൽ ലയിച്ചിരിക്കുന്നു. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനോട് സന്തോഷത്തിന്റെ ഭാഷയിൽ പറയും, നീ ഭയപ്പെടണ്ട, നീ ബേജാറൊന്നും ആകുമൊന്നും വേണ്ട. നമ്മൾ ചെറിയ കുട്ടികളെ ഡോക്ടറുടെ മുമ്പിൽ ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ കൊണ്ടുപോകുമ്പോൾ അയാളുടെ കയ്യിൽ സിറിഞ്ച് എടുത്താൽ മതി, കുട്ടികൾക്ക് ബേജാറ് തോന്നും, വെപ്രാളം തോന്നും. അപ്പൊ അങ്ങനെ മെല്ലെ സിറിഞ്ച് ബാക്കിലേക്ക് മാറ്റി വെച്ചിട്ട്, മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മോൾ ഏത് സ്കൂളിലാണ് പോകുന്നത്, എന്താ ടീച്ചറെ പേര്, ഈ സാധനം ഇഷ്ടമാണോ, ഡയറി മിൽക്കാണിത്, ഇതിനൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്കത് നല്ല നിലയിൽ ആസ്വദിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനൊന്നും പെരുമാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്, അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പാണ് അള്ളാഹു. അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പായി തന്നെയാണ് മലക്കുൽ മൗത്തിനെ പടച്ചിരിക്കുന്നത്. അത്തരം ഒരു മാലാഖയിൽ നിന്നും ഇങ്ങനത്തെ സ്നേഹമയമായ ഒരു പെരുമാറ്റം കാണുമ്പോൾ, ഒരു സന്തോഷത്തിന്റെ വാക്ക് കാണുമ്പോൾ, കയ്യിലിരിക്കുന്ന ആ സാധനങ്ങളുടെ പരിമളവും സുഗന്ധവും ഒക്കെ ആസ്വദിക്കാൻ അവസരം കിട്ടുമ്പോൾ ഈ മനുഷ്യൻ അതിൽ തന്നെ ലയിച്ചു പോകുന്നു, ലയിച്ചു പോവുകയും മതിമറന്നു പോവുകയും ചെയ്യുന്ന ഈ ആത്മാവിനോട് അല്ലെങ്കിൽ മുഅ്മിനിനോട് മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ശരീരമേ, സമാധാനമടഞ്ഞ ശരീരം. ഹദീസിന്റെ വചനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ വിശുദ്ധ ഖുർആനിന്റെ വാക്യത്തിലായി നമ്മൾ ഓതിക്കേട്ടിട്ടുണ്ട്. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്ത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ശരീരമേ, അനുസരണയോടുകൂടി നല്ല ജീവിതം നയിച്ച ശരീരമേ, ഇർജിഇ ഇലാ റബ്ബിക്,
ബാ പോകാം, നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ട സമയമായി, പോകാൻ നേരമായി, പോയിക്കൂടെ, എന്നാ പിന്നെ പോയിക്കൂടെ എന്ന് ചോദിക്കേണ്ട താമസം. പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. എത്ര കാലമായി? ഇമാം ഗസാലി റഹിമഹുല്ല അവറുകൾ വിശേഷിപ്പിച്ചതുപോലെ ഒരു തത്തയോ കിളിയോ ഏതെങ്കിലും ഒരു കൂട്ടിൽ അടച്ചാൽ എത്ര അസ്വസ്ഥമായ നിലയിലാണ് കൂട്ടിന്റെ ഉള്ളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. എങ്ങാനും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, വാതിൽ തുറക്കാൻ ഒരു അവസരം ഒരുങ്ങി കിട്ടിയിരുന്നെങ്കിൽ അത് ചിറകടിച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി അന്തരീക്ഷത്തിലേക്ക് പറന്നുയരും. കാരണം അൽ ഹബ്സു ലൈസ മദ്ഹബി, അൽ ഹബ്സു ലൈസ മദ്ഹബി വലൈസ ഫീഹി താറബി. ഇങ്ങനെ അടച്ചുപൂട്ടുക എന്നത് എന്റെ മദ്ഹബല്ല, അതെനിക്ക് യോജിക്കാൻ കഴിയുന്ന സംഗതിയുമല്ല, അതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് നിർവാഹവുമില്ല. നിർവാഹമില്ലാത്തത് കൊണ്ട് അടയ്ക്കപ്പെട്ട കൂട്ടിന്റെ ഉള്ളിൽ കുറച്ചു കാലം ഞാൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു. എപ്പോഴാണോ എനിക്ക് അതിൽ നിന്നും പുറത്തേക്കൊന്ന് ഓടി ഇളങ്ങാൻ അല്ലെങ്കിൽ പാറി പറക്കാൻ അവസരം ഒരുങ്ങുന്നത്, അത് പാർത്തിരിക്കുകയാണ്, ഞാൻ കാത്തിരിക്കുകയാണ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു കൊണ്ട് നല്ല ഗീതങ്ങളും നല്ല ഗാനങ്ങളും നല്ല ശബ്ദങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് സന്തോഷത്തിന്റെ ലോകത്തേക്ക് എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പിന്നെ പോകാൻ എനിക്ക് വല്ല മടിയുമുണ്ടോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. എവിടുന്നാണോ നീ വന്നത്, എവിടേക്കാണോ നീ പോകേണ്ടത്? കുറച്ചു കാലം ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ചില്ലറ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി. ആ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി, ബാ ഇനി നമുക്ക് മടങ്ങാം, ബാ ഇനി നമുക്ക് മടങ്ങാം. റാദിയത്തൻ മർദിയത്തൻ. കാത്തിരിക്കുന്ന പടച്ചവൻ നിന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി തൃപ്തിയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. വാടാ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് എത്തട്ടെ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുരുത്തക്കേടോടുകൂടി വീട്ടിൽ നിന്നും ഒളിച്ചു നടക്കുന്ന കുട്ടിയെ അന്വേഷിച്ച് നടന്ന ആൾക്ക് അവനെ കയ്യിൽ പിടുത്തം കിട്ടിയാൽ അവനോട് എന്താ പറയാ? ബാ അങ്ങോട്ട് ബാ, ബാക്കി അവിടുന്ന് ഞാൻ പറയാം, ഉപ്പാന്റെ മുമ്പിൽ എത്തട്ടെ, ബാക്കി ഉപ്പ കാട്ടിത്തരും. അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. ഇതങ്ങനെയല്ല. ബാമോനെ പോവാം, പോവാം. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഒരു കണ്ടുമുട്ടലിന് വേണ്ടിയാണ്, കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നിന്നെ ഞാൻ ക്ഷണിക്കാൻ വന്നത്. ബാ ഫദ്ഖുലി ഫീ ഇബാദി, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, ഫദ്ഖുലി ഫീ ഇബാദി. എന്റെ നല്ല അടിയാറുകൾ നടന്നുപോയ ആ പാതയിൽ, അവര് നടന്നുപോയ ആ മാർഗത്തിലേക്ക് നീയും കടന്നോളുക. നമ്മൾ സാലിഹ്യങ്ങളെന്നും മുത്തഖീങ്ങളെന്നും സലഫ് സാലിഹ്യങ്ങളെന്നും ഔലിയാക്കളെന്നും മശായിഖന്മാരെന്നും ഒക്കെ വിശേഷിപ്പിച്ച് പറയുന്ന മുൻഗാമികളായ കുറെ ബുദ്ധിമാന്മാരുണ്ടായിരുന്നു. അവരൊക്കെ നടന്നുപോയ ആ വഴിയുണ്ടല്ലോ, അവര് നടന്ന് ചെന്നെത്തിയത് സ്വർഗലോകത്താണ്, സന്തോഷത്തിന്റെ ഗോപുരത്തിലാണ്. ആ ഗോപുരത്തിലേക്കുള്ള പടി കയറാനാണ് നിന്നെയും ഞാൻ ക്ഷണിക്കുന്നത്. പോയിക്കൂടെ, ബാ. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസിൽ തങ്ങൾ പറയുന്നത്, ഇത്രയും സന്തോഷത്തിന്റെ നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു വെള്ളത്തിന്റെ കൂജയിൽ നിന്നും നമ്മൾ അതിനെ ഇങ്ങനെ ചരിച്ചാൽ പുറത്തേക്ക് വെള്ളം ഒഴുകി വരുന്നത് പോലെ, ഹദീസിന്റെ വചനം അങ്ങനെയാണ്. വെള്ളത്തിന്റെ കൂജയിൽ നിന്നും ആ വെള്ളത്തെ ഇങ്ങനെ ചരിച്ചാൽ പുറത്തേക്ക് വെള്ളം ഒഴുകി വരുന്നത് പോലെ വളരെ വേഗത്തിൽ കളകളകള എന്ന ശബ്ദവും പുറപ്പെടുവിച്ചുകൊണ്ട് ആ ആത്മാവ് പുറത്തേക്ക് ഇങ്ങി വരും. അവന് മരണത്തിന്റെ വേദന അനുഭവിക്കാൻ തന്നെ കഴിഞ്ഞെന്ന് വരികയില്ല. മരണത്തിന് കഠിനമായ വേദനയുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ മനുഷ്യൻ അത്രയും കഠിനമായ വേദന, അതിനേക്കാളും വലിയ സന്തോഷത്തിൽ പൊതിഞ്ഞ അസ്രായിൽ അലൈഹിസ്സലാമയുടെ നല്ല പഞ്ചാര വാക്കുകളിൽ മുങ്ങി, അതിൽ മുഴുകി, അവൻ അറിയാതെ അവനിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് നിർഗളിക്കുകയായി. ഹദീസിൽ പറയുന്നു, ആ ആത്മാവ് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിയെത്തേണ്ട താമസം മഹാനായ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അതിൽ സ്പർശിക്കാതെ, ഇതൊക്കെ ഹദീസിന്റെ വാക്കുകളാണ്, കൈകൊണ്ട് അതിൽ സ്പർശിക്കാതെ താൻ കൊണ്ടുവന്നിട്ടുള്ള ആ പട്ടിൽ പൊതിഞ്ഞ പ്രത്യേക സാധനത്തിലേക്ക് അതിനെ ഇങ്ങനെ സ്വീകരിക്കുന്നു, ഒരു നിമിഷം പോലും പാഴാക്കാതെ. അതിന്റെ സുഗന്ധം എത്ര വലിയ സുഗന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നു, സുഗന്ധവും പരിമളവും അടിച്ചു വീശുന്ന ഈ ആത്മാവിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങിപ്പോകും. എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോകും. പോകുന്ന വഴിയിൽ ഇതിനെ ആനയിക്കുന്നതിന് വേണ്ടി, ഇതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അനുമോദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി വരിവരിയായി കാത്തു നിന്നിരുന്ന ആ മലക്കുകളൊക്കെ ആവേശത്തോടുകൂടി ഇങ്ങനെ ഉറ്റുനോക്കും. ആ മലക്കുകളുടെ നിര ഒന്നാം ആകാശം വരെ ഉണ്ടാവും. ഒന്നാം ആകാശത്തെത്തുമ്പോൾ ഇതാ സ്വാലിഹായ ഒരു അടിമയുടെ ആത്മാവ് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. ആ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ആദരവോടുകൂടി കവാടം തുറക്കും. ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കുമ്പോൾ ആ ആകാശത്തിൽ എവിടെയും അടിച്ചു വീശുന്ന പരിമളം
ഇത് ആസ്വദിക്കുമ്പോൾ അവിടെയുള്ള മലക്കുകളൊക്കെ ഓടി വന്നിട്ട് ചോദിക്കും, ആരാണിത്? ആരുടെ റൂഹാണ്? ആരാണാവോ ഈ യാത്ര ചെയ്യുന്നത്? വിളിച്ചു പറയപ്പെടും, ഇന്ന നാട്ടിൽ ഇന്ന കുടുംബത്തിൽ ഇന്നാരുടെ മകൻ ഇന്ന ആള് മരണപ്പെട്ടു. സാലിഹായ ആ മനുഷ്യന്റെ ആത്മാവുമായി മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അള്ളാഹു ആ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മരിക്കുന്ന നല്ലവനായ അടിമയിൽ ഈ സാധുക്കളായ നമ്മളെയും പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും നമ്മുടെ ബന്ധുമുത്രാദികളെയും മക്കളെയും ഭാര്യമാരെയും അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1, 2, 3, 4 ആകാശങ്ങൾ ഒന്നിനു പിറകെ ഓരോന്നായി 7 ആകാശത്തിൽ വരെയും ആദരവോടുകൂടി അതിന്റെ ചുമതലപ്പെട്ട ആളുകൾ കവാടം തുറക്കുകയും അവിടെയുള്ള മലക്കുകൾ അത്ഭുതത്തോടുകൂടി ഇത് ആരുടെ ആത്മാവാണെന്ന് അന്വേഷിക്കുകയും അതിന്റെ പരിമളം കൊണ്ട് തന്നെ ഇവൻ സാലിഹാണെന്ന് തിരിച്ചറിയുകയും ആ സാലിഹായ മനുഷ്യൻ എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി. അങ്ങനെ 7 ആകാശവും വിട്ടു കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ഈ ആത്മാവിനെ കൊണ്ടെത്തിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി, ആഹാ, എന്റെ അടിമയുടെ റൂഹ് വന്നെത്തിയിരിക്കുന്നു അല്ലേ എന്ന് ചോദിക്കും. അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടാകും, ഉക്തുബു കിതാബഹു ഫി ഇല്ലിയീൻ. അവന്റെ ഗ്രന്ഥം അല്ലെങ്കിൽ അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഏട്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതായാലും എന്റെ അടിമയുടെ ആത്മാവ് എത്തേണ്ട സ്ഥലത്ത് എത്തിയല്ലോ, ശരി, ഇനിയിപ്പോ ഓന്റെ ഫയൽ ഇവിടെ രജിസ്റ്റർ ആക്ക്, എന്നിട്ട് ഓനെ വിടേണ്ട സ്ഥലത്ത് വിട്ടേക്ക്, അല്ലേ? ഹദീസിന്റെ വചനം ശരിക്കും മലയാളത്തിൽ അർത്ഥം വെച്ചാൽ ഉക്തുബു കിതാബഹു ഫി ഇല്ലിയീന, അവന്റെ ഫയല് ഇവിടെ രജിസ്റ്റർ ആക്കേണ്ട സ്ഥലത്ത് രജിസ്റ്റർ ആക്കിക്കോ, എന്നിട്ട് ഇല്ലിയീൻ എന്ന നിലയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ലോഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ആ ലോഞ്ചിൽ തൽക്കാലത്തേക്ക് അവരെ വിശ്രമിക്കാൻ അയച്ചേക്കുക എന്ന് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗായിബീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ. ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ചില വചനങ്ങൾ ഓതുമ്പോൾ അത് ഓതി പഠിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. എന്താണ് ഇല്ലിയൂൻ? ഈ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനിന്റെ വാക്ക് കേൾക്കുന്ന പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിജ്ജീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ കുറച്ച് പ്രയാസമാണ്, ശ്രമകരമാണ്. അതുകൊണ്ടാണ് അല്ലാഹു വമാ അദ്റാക മാ ഇല്ലിയൂൻ, എന്താണ് ഇല്ലിയൂൻ എന്ന് അറിയാവോ? അറിയാറായിട്ടില്ല. അറിയണമെങ്കിൽ അനുഭവിക്കാൻ അവസരമുണ്ടാകണം. കണ്ടിട്ടേ മനസ്സിലാവൂ, കേട്ടാൽ മനസ്സിലാകുന്ന ഒരു സാധനമൊന്നുമല്ല. അല്ലാഹു തആല ആ ഇല്ലിയൂന്റെയും അനുഗ്രഹത്തെയും ഒക്കെ ആസ്വദിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഗ്രന്ഥത്തെ, അവൻ കൊണ്ടുവന്നിരിക്കുന്ന അമലുകളുടെ ഏടിനെ വെക്കേണ്ട സ്ഥലത്ത് വെച്ചേക്കുക, എന്നിട്ട് അവനെ ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിട്ടേക്കുക എന്ന് കൽപ്പനയുണ്ടാകും. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, വ്യക്തമായി മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മൾ സാധാരണഗതിയിൽ ചെയ്തു പോരുന്ന ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ കണ്ടുപോരുന്ന അതിന്റെ പ്രാഥമികമായ ചില കർമ്മങ്ങളുടെ ആ ഒരു നടപടിക്രമം അനുസരിച്ച് തന്നെയാണ് അല്ലാഹു തആല ആകാശത്തേക്കുള്ള മനുഷ്യന്റെ ഈ ആത്മാവിന്റെ യാത്രയിലും അല്ലെങ്കിൽ പരലോകത്തേക്കുള്ള യാത്രയുടെ പ്രാരംഭ നടപടികളിലും അള്ളാഹു സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന്റെ ആത്മാവിനെ ഇല്ലിയീൻ എന്ന സ്ഥലത്തേക്ക് വിടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകൾ ഉത്തരവനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ്, ഓർഡർ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതോടുകൂടി ആ ആത്മാവിനെ വെക്കേണ്ട സ്ഥലത്ത് വെക്കും. അനന്തരം അവനെ അവൻ്റെതായ കിടപ്പറയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ സാധാരണക്കാരായ നമ്മളുടെ ബുദ്ധി കൊണ്ട് പെട്ടെന്ന് പറഞ്ഞാലും കേട്ടാലും ബോധ്യപ്പെടാത്ത, മനസ്സിലാകാത്ത ഒരു പ്രത്യേകമായ ലോകത്ത് നടക്കുന്ന നടപടിക്രമങ്ങളാണ് എന്ന വ്യത്യാസം നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. സ്ഥലവും കാലവും എന്നൊക്കെ പറഞ്ഞാൽ സ്ഥലകാല സങ്കല്പം എന്ന നിലയിൽ നമുക്ക് പരിചിതമായ ചില ശാസ്ത്ര സത്യങ്ങളുണ്ട്. അതൊക്കെ ഈ സമയത്ത് വിശദീകരിക്കാൻ നിന്നാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മീയമായ ആ അനുഭൂതി നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ സംസാരങ്ങളിൽ, എൻ്റെ സംസാരത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു പോരായ്മയായി ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നുകിൽ നമ്മൾ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് കടന്നു പോവുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലെന്നല്ല തമാശകളിലേക്കോ മറ്റോ കടന്നു പോവുക. അതോടുകൂടി നമ്മൾ അനുഭൂതിയോടുകൂടി ആസ്വദിക്കാൻ വിചാരിക്കുന്ന ആ വിഷയത്തിന്റെ കഴമ്പ് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നല്ലത് മാത്രം പറഞ്ഞു കേൾക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്ഥലവും കാലവും എന്നൊക്കെ പറയുന്നത് ഭൗതിക ലോക ജീവിതത്തിന്റെ
താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടി പടച്ചവൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു ചെറിയ സിദ്ധാന്തം മാത്രമാണ്. ഇവിടെയാണ് നമുക്ക് സ്ഥലമുള്ളത്, ഇവിടെയാണ് നമുക്ക് കാലമുള്ളത്. നാളെ അവിടെ എത്തുമ്പോൾ അത് കാലാകാലം എന്നാണല്ലോ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കാലാകാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാലമില്ലാത്ത കാലം എന്നാണ്. അവിടെ കാലം എന്നൊരു കാലമില്ല, കാലം എന്നൊരു ഒരു വിഷയമില്ല. അതുപോലെ അവിടെ സ്ഥലവും വിഷയമേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചത് വളപട്ടണത്താണ്, നമ്മൾ മരിച്ചത് കണ്ണൂരാണ്, നമ്മൾ മരിച്ചത് തലശ്ശേരിയിലാണ്, നമ്മളെ അടക്കിയത് ഈ പറയുന്ന ഏതെങ്കിലും പ്രദേശത്തുള്ള പൊതുവായ ഒരു ശ്മശാനത്തിലാണ്, ഒരു ഖബർസ്ഥാനിലാണ്. അതോടുകൂടി നമ്മളും ഈ ഭൗതിക ലോക ജീവിതവും തമ്മിലുള്ള ബന്ധം ഛേദിക്കപ്പെട്ടു. നമ്മളും ഇതുവരെ നമ്മൾ പരിചയിച്ചിരുന്ന, നമ്മൾ അറിഞ്ഞിരുന്ന, മനസ്സിലാക്കിയിരുന്ന ആ ഒരു ലോകത്തിന്റെ സിദ്ധാന്തങ്ങളുമായുള്ള ബന്ധം ഛേദിക്കപ്പെട്ടു. ഇനി നമുക്ക് പരിചിതമല്ലാത്ത അത്ഭുതകരമായ മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ മാറി താമസിക്കുന്നത്. അവിടെ എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണക്കാക്കണം. 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, 4-ാം ആകാശം, 7-ാം ആകാശം. അതും കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ അവിടെ എത്തിയപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അമലുകളുടെ ഏട് ഒരു ഭാഗത്ത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ആ ആത്മാവിനെ എല്ലിയൻ എന്ന സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലിയൻ എന്ന സ്ഥലത്ത് കൊണ്ടാക്കിയപ്പോൾ ഹദീസിൽ പിന്നെ കാണുന്നത് അവന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയാണ്, അവന്റെ ശരീരത്തിലേക്ക് മടക്കം. അപ്പൊ ഞങ്ങളെ ചെറിയ പ്രായമാണല്ലോ, നമ്മളൊക്കെ എന്താ ചിന്തിക്കുന്നത്? 7-ാം ആകാശം വരെ പോയി, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലിയൻ എന്ന സ്ഥലത്ത് പോയി, പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഏതെങ്കിലും ഖബർസ്ഥാനിലേക്ക് സഞ്ചരിച്ചു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ഒക്കെ ഭേദവ്യത്യാസങ്ങൾ, ദൂരവ്യത്യാസങ്ങൾ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ലോകത്തേക്കാണ് അള്ളാഹു നമ്മളെ ആനയിച്ചിരിക്കുന്നത്. അവിടെ അങ്ങകലെ ഇങ്ങകലെ എന്നൊന്നും പറയാനില്ല, അവിടെ ഇവിടെ എന്നൊന്നും പറയാനില്ല, ഇന്ന് നാളെ എന്നും പറയാനില്ല, ഇപ്പോൾ പിന്നെ എന്നും പറയാനില്ല. അങ്ങനെ ഒരു സങ്കല്പം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. ഇപ്പോൾ പിന്നെ എന്ന് പറയാനില്ലാത്ത, ഇന്ന് നാളെ എന്ന് പറയാനില്ലാത്ത, ഇവിടെ അവിടെ എന്ന് പറയാനില്ലാത്ത ഒരു കാലാകാല ജീവിതത്തിലേക്ക്, അനശ്വരമായ ലോകത്തേക്ക് അല്ലാഹു തആല നമ്മളെ ആനയിക്കുമ്പോൾ അവിടുത്തെ സിദ്ധാന്തങ്ങളും അവിടുത്തെ പ്രക്രിയകളും ഒക്കെ അത്ഭുതകരമാണ്. ഇന്ന് നമുക്ക് മനസ്സിലാവൂല, അത് നാളെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിലെ വരികളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വസ്തുത അതാണ്, പരമാർത്ഥം അതാണ്. അള്ളാഹു നമുക്ക് നല്ല നിലയിൽ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ നമസ്കാരത്തിന്റെ നേരമായി. ആ നേരമായി പെട്ടെന്ന് നമസ്കാരത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിമധ്യേ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷത്തിൽ അയാൾ പിശാചാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ, നമസ്കാരത്തിന് വേണ്ടി ആശിച്ചു പോകുന്ന വഴിയിൽ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യമില്ലാത്ത സന്ദർഭത്തിൽ എൻ്റെ ഈ നന്മയുടെ മുമ്പിൽ തടസ്സം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, അവനാണല്ലോ ശൈത്താൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹു അവരെ തടുത്തു നിർത്തിക്കൊണ്ട് അലി ഇബ്നു അബി താലിബിനോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്, ഒന്ന് ചോദിച്ചോട്ടെ. ഈ സമയത്താണോ സംശയം ചോദിക്കുന്നത്? നിസ്കാരത്തിന്റെ നേരമായി, ഞാൻ പള്ളിയിലേക്ക് അല്ല, ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനാ, ഒന്ന് ചോദിച്ചോട്ടെ. അലി റളിയല്ലാഹു അൻഹു അവറുകൾ അല്ല, അത്ര വലിയ അത്യാവശ്യമാണ്, എന്താണ്, ഒന്ന് ചോദിച്ചോളുക. ആ മനുഷ്യൻ പറഞ്ഞു, നമ്മുടെ വീട്ടിന്റെ പിൻഭാഗത്ത് ഒരു സ്ത്രീ ഒരലിൽ ചില സാധനങ്ങൾ ഇട്ട് ഒലക്ക കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിന്റെ പിൻഭാഗത്ത് ഒരലിൽ ഒലക്ക കൊണ്ട് ഏതോ ചില സാധനം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. പണ്ട് നമ്മുടെ നാട്ടിലെ പരിചിതമായ ഒരു ശൈലിയാണ്, എന്തെങ്കിലും ഇടിക്കാനും പൊടിക്കാനും ഉണ്ടെങ്കിൽ ഒരലിൽ ഒലക്ക കൊണ്ട് ഇടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇന്നത് ആധുനികവൽക്കരിക്കപ്പെട്ടത് കൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും അത് പരിചയം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ മനുഷ്യൻ പെട്ടെന്ന് ഇത് പറയുമ്പോൾ എന്തോ അത്ഭുതകരമായ കാര്യം പറയാൻ പോവാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു അവർക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിന്നു. എന്താ നിന്റെ സംശയം എന്താണ്? ഒരു സ്ത്രീ ഇങ്ങനെ ഒരലിൽ ഒലക്ക കൊണ്ട് ഇടിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അതിൽ നിന്നും പുറത്തേക്കൊരു ശബ്ദം വരുന്നുണ്ടല്ലോ, കശ് 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 എന്നൊരു ശബ്ദം വരുമല്ലോ, ഈ ശബ്ദം എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. ഈ ശബ്ദം എവിടുന്നാണ്? അത് ഒരലിൽ നിന്നാണോ വരുന്നത്, അതല്ല ഒലക്കയിൽ നിന്നാണോ വരുന്നത്? അലി റളിയല്ലാഹു അൻഹു അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ പെട്ടെന്ന് പിടിച്ചു നിർത്തി ഒരു കാര്യമായ ചോദ്യം ചോദിക്കും പോലെയാണ്. ഇതെവിടുന്നാ വരുന്നത്? അത് ഒരലിൽ നിന്നാണോ വരുന്നത്, ഒലക്കയിൽ നിന്നാണോ വരുന്നത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ എന്താ മറുപടി കൊടുത്തെന്നറിയോ പ്രിയമുള്ളവരെ? അദ്ദേഹത്തിന്റെ ബലിഷ്ഠമായ ആ കരം വലിച്ച് ആ ചോദ്യകർത്താവിന്റെ മുഖത്ത് ആഞ്ഞൊരടി കൊടുത്തു. ടപ്പ് എന്നൊരു ശബ്ദം. ഒരു ശബ്ദം കേട്ടപ്പോൾ അയാൾ പെട്ടെന്ന് ഇങ്ങനെ തടകി ചോദിച്ചു, ഞാൻ നിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അടി തന്നത്, ഇപ്പൊ നീ ചിന്തിച്ചു നോക്കിയ ഈ ശബ്ദം വന്നത് എൻ്റെ കയ്യിൽ നിന്നാണോ അല്ല നിന്റെ ചെള്ളയിൽ നിന്നാണോ എന്ന് ചോദിച്ചു. നിന്റെ കവിളിൽ നിന്നാണോ ഈ ശബ്ദം വന്നത്, അല്ല എൻ്റെ കയ്യിൽ നിന്നാണോ ഈ ശബ്ദം വന്നത്?
പിന്നെ കൂടുതൽ ചോദിക്കാനും പറയാനും നിൽക്കാൻ സൗകര്യമില്ല, നമസ്കാരത്തിന്റെ നേരമായി, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, നമ്മളുടെ അറിവിനും നമ്മളുടെ കഴിവിനും സാമർഥ്യത്തിനും വിധേയമാകുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ വിചാരിച്ചാൽ സാധ്യമാകാത്ത, നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ടതില്ല, ആവശ്യമില്ലാതെ അതിനെ സംബന്ധിച്ചിട്ട് തലമുണ്ടാകേണ്ടതുമില്ല, അതിനെക്കുറിച്ചിട്ട് നമ്മൾ കിസ് മത്സരമൊന്നും നടത്തേണ്ട കാര്യമില്ല. നമുക്ക് പലപ്പോഴും ഇതിലാണ് താല്പര്യമുള്ളത്, നമ്മൾ അതുമായിട്ടാണ് നമ്മളുടെ സമയത്തെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബുദ്ധിമാന്മാരായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതിൽ മാത്രം ബുദ്ധി ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുകയും അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചതനുസരിച്ചിട്ട് വിശ്വാസത്തെ നന്നാക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നും ഒരാള് ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ഇൽമെന്ന് പറഞ്ഞാൽ ഭൗതിക ജ്ഞാനമാണെന്ന് വിചാരിച്ചോളാം, അതിൽ കലർത്തിയ കുറെ ദീനിയായ വിജ്ഞാനവുമുണ്ട്. അങ്ങനെ ഒരാൾ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി, വിദേശത്ത് പോയി കുറെ കാലം പഠനം നടത്തി. എന്താ പഠിച്ചത്? കുറെ കാലം പഠനം നടത്തിയിട്ട് മടങ്ങി വന്ന ഈ മനുഷ്യന്റെ മനസ്സിൽ കുറെ ചിന്തകൾ ബാക്കിയായി, സംശയങ്ങൾ ബാക്കിയായി, കുറെ കുരുത്തക്കേടുകൾ ബാക്കിയായി, കുസൃതി ബാക്കിയായി. ആവശ്യമുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ ആവശ്യവുമില്ല. ഇങ്ങനെ കുറെ അറിവ് കരസ്ഥമാക്കുന്ന വഴിയിൽ കുറെ സമയം ചെലവാക്കി എന്നല്ലാതെ എന്ത് പ്രയോജനമുണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന അറിവിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഉപകാരപ്രദമായ അറിവ് എന്ന വിശേഷണത്തോടു കൂടി നമുക്ക് ഉപകാരമുണ്ടാകുന്ന അറിവിനെ നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക, നമുക്ക് ഉപകാരമുണ്ടാകുന്ന അറിവിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അനാവശ്യമായ നിലയിൽ തലമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ചെറുപ്പക്കാരൻ പഠിക്കാൻ പോയി മടങ്ങി വന്നപ്പോൾ അവന്റെ മനസ്സിൽ ഒരു വലിയ സംശയം. എന്താ സംശയം? വലിയ സംശയമാണ്. ഈ സംശയം നിവർത്തിക്കാൻ നാട്ടിൽ ആരാ ഉള്ളത്? പല ആളുകളും അയാളുടെ മുമ്പിൽ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഇല്ല, നിങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല, അത്ര വലിയ സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത്രയും കൊല്ലം പഠിക്കാൻ പോയതിൽ നിന്നും അയാൾക്ക് കിട്ടിയ സമ്പാദ്യം കുറച്ച് സംശയങ്ങളാണ്. എന്താ സംശയം? അത് നിവർത്തിക്കുന്നതിന് വേണ്ടി നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു പണ്ഡിതനെ പരതി നടന്നു, ഏറ്റവും വലിയ പണ്ഡിതന്റെ മുമ്പിലെത്തി അയാളുടെ സംശയത്തെ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുത്തു. എന്താ സംശയമുള്ളത്? എനിക്ക് 3 സംശയമാണുള്ളത്. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമ്മളുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്ന വിധിയെക്കുറിച്ചിട്ട് എനിക്ക് എപ്പോഴും സംശയമാണ്. എന്ത് വിധിയാണ് പടച്ചവന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? പല നിലയിലുള്ള വിധികൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തത്, എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താഗതി, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീയിൽ നിന്നും പടയ്ക്കപ്പെട്ട പിശാചിനെ നാളെ തീയാകുന്ന നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്നാണല്ലോ പറയുന്നത്. തീയിൽ നിന്നും പടയ്ക്കപ്പെട്ടവനായ പിശാചിനെ തീയിൽ തന്നെ ഇട്ട് ശിക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ തീ കൊണ്ട് സൃഷ്ടിച്ച ഈ പിശാചിനെ തീയിൽ തന്നെ ഇട്ട് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു യുക്തിസഹമല്ലാത്ത ഒരു ചിന്തയാണുള്ളത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ഇങ്ങനത്തെ ചില സംശയങ്ങൾ ആ പണ്ഡിതനോട് പറഞ്ഞപ്പോഴും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ ചെയ്തതുപോലെ ആ ചോദ്യകർത്താവിന്റെ മുഖത്ത് അദ്ദേഹം ആഞ്ഞൊരടി കൊടുത്തു. ഈ അടിയെക്കുറിച്ചിട്ട് വേദനയോടുകൂടി വിഷമത്തോടുകൂടി അയാൾ ആദ്യം ചോദിച്ച ചോദ്യം അത് മറന്നുപോയല്ലോ. ആദ്യം ചോദിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടും പരലോകത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ പറയുന്നു, പക്ഷെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയുന്നില്ല. ഈ അടി കൊണ്ടതിന് ശേഷം ആ മനുഷ്യൻ വല്ലാതെ വേദനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അടി കൊടുത്ത ആ പണ്ഡിതൻ ചോദിച്ചു, അല്ല, ഞാൻ നിന്നെ അടിച്ചു എന്നത് ശരിയല്ലേ? അതെ. അടി കൊണ്ടു എന്നത് ശരിയല്ലേ? അത് ശരി തന്നെയാണ്. വേദന നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്. വേദന അനുഭവപ്പെടുന്നു എന്നത് വാസ്തവമാണെങ്കിൽ ആ വേദന ഒന്ന് കാണിച്ചു തന്നാൽ തിരക്കേടില്ല. വേദന കാണാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ അത് സത്യമല്ല എന്ന് തള്ളിക്കളയാനും പറ്റുകയില്ല, പ്രയാസമാണ്. വേദന എന്നത് അനുഭവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വസ്തുതയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചതിനെ നിഷേധിക്കാൻ സാധ്യമേ അല്ല. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ വിധി എന്ന് പറയുമ്പോൾ ഇവിടേക്ക് നീ കടന്നു വന്നപ്പോൾ ഒരു ചോദ്യകർത്താവായി വന്നതാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു അടി ഉണ്ടാകുമെന്ന് നിനക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചോദ്യത്തിന് മറുപടിയാണ് വരാറുള്ളത്. അടി വരിക എന്നത് അനുഭവത്തിൽ ഇന്നോളം ഇല്ലാത്തതാണ്. ഇതാണ് പടച്ചവന്റെ വിധി. നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നുകൊള്ളണമെന്നില്ല. അള്ളാഹു വിചാരിക്കുന്നത് പോലെയാണ് നടക്കുക, പടച്ചവൻ വിചാരിക്കുന്നത് പോലെയാണ് നടക്കുക. മൂന്നാമത്തത്, പിശാച് സൃഷ്ടിക്കപ്പെട്ടത് തീയിനാലാണ്. അവനെ തീയിൽ തന്നെ ഇട്ട് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നെ അടിച്ചത് എൻ്റെ കൈ കൊണ്ടാണ്, അടി കൊണ്ടത് നിന്റെ കവിള് കൊണ്ടാണ്. എൻ്റെ കൈ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്, നിന്റെ കവിള് സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്.
മണ്ണുകൊണ്ട് പടയ്ക്കപ്പെട്ട മനുഷ്യന്റെ കയ്യിനാൽ, മണ്ണുകൊണ്ട് പടയ്ക്കപ്പെട്ട മനുഷ്യന്റെ കവളിൽ ആഞ്ഞടിക്കുമ്പോഴും അടിയുടെ വേദന അനുഭവിക്കുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് തന്നെയാണ് പടച്ചവൻ പരലോകത്തും നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോക ജീവിതത്തിൽ നമ്മളുടെ ബുദ്ധി കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും അറിയാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് പരലോക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന ചില വസ്തുതകളുണ്ട്, ചില പരമാർത്ഥങ്ങളുണ്ട്. ആ പരമാർത്ഥത്തെയും അതിന്റെ സത്യാവസ്ഥയും സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് നാമകരണം ചെയ്യപ്പെട്ടത്. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും സംഭവത്തിന് ശേഷം പിറ്റേന്നത്തെ പ്രഭാതത്തിൽ നാട്ടുകാരുടെ ഇടയിൽ അവരൊക്കെ പരിഹാസ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കി. എന്താണ് മുഹമ്മദ് പറയുന്നത്, പറഞ്ഞു എവിടം വരെ എത്തി എന്നൊക്കെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരുന്നു. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിലേക്ക് അവർ ഓടിച്ചെന്നു. എന്നിട്ട് അബൂബക്കറിനെ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ നിന്റെ മുഹമ്മദ് പറഞ്ഞു എവിടം വരെ എത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞു എവിടം വരെ എത്തി കാണുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ ചോദിച്ചു, എന്താണ് ഇതിനു മാത്രം പരിഹസിക്കപ്പെടാനുള്ളത്? എന്താ തങ്ങൾ പറഞ്ഞത്? അത് ഇന്നലത്തെ രാത്രി ഉറക്കത്തിൽ മക്കയിൽ നിന്നും എഴുന്നേറ്റ് ഒറ്റ രാവ് കൊണ്ട് ബൈത്തുൽ മഖ്ദിസ് വരെ പോയി, അതിന്റെ അപ്പുറത്ത് ആകാശാരോഹണം നടത്തി പടച്ചവന്റെ സന്നിധാനം വരെ പോയി മടങ്ങി എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ എന്താണുള്ളത് എന്ന് ആളുകൾ പരിഹാസത്തോടുകൂടി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇവര് പ്രതീക്ഷിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ വാചകം, അങ്ങനെ റസൂല് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടല്ലേ വരുന്നത്, ഞങ്ങൾ നേർക്ക് നേരെ കണ്ടിട്ടാണ് വരുന്നത്, ഇപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങൾ പറഞ്ഞു എന്നത് സത്യമാണെങ്കിൽ ആ കാര്യവും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ അതും സത്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയത്തിന് അവകാശവും ഇല്ല. ഞാൻ എന്തിന് അവിശ്വസിക്കണം, ഞാൻ എന്തിന് വിശ്വസിക്കാതിരിക്കണം? ഇതിനേക്കാൾ അപ്പുറത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നത് അതിനേക്കാളും അത്ഭുതകരമായ വിഷയമാണ്. ബൈത്തുൽ മഖ്ദസിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകാശത്തേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഞങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇതൊക്കെ വിശ്വസിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകങ്ങളിൽ ഞങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമാണ്, യാതൊരു സംശയത്തിനും അവകാശമില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസത്തിന്റെ വിഷയത്തിലെ മനോഭാവം ഇതാകണം. അള്ളാഹു പറഞ്ഞതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ആത്മാവിന്റെ ഈ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സുഖത്തെയും സന്തോഷത്തെയും തീർച്ചയായും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആസ്വദിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ പരലോക യാത്രയെ സംബന്ധിച്ച് ഉൾക്കൊള്ളാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ഒരു പക്ഷേ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും അതിന് നമ്മൾ വിധേയരാവുക തന്നെ ചെയ്യും. മാറി സഞ്ചരിക്കുവാനോ മാറി നിൽക്കുവാനോ രക്ഷപ്പെടുവാനോ ഒരു തരത്തിലും നമുക്ക് സാധ്യമേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ നല്ല ആത്മാവിനെ അവന്റെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആ മേനിയെ എഴുന്നേൽപ്പിച്ചിരുത്തപ്പെടും. അവന്റെ മുമ്പിലേക്ക് നല്ല മുഖഭാവത്തോടുകൂടി പരിമളം വീശുന്നവരായി 2 മലക്കുകൾ കടന്നു വരും. ആ മലക്കുകൾ അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന്റെ ആദ്യത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിട്ടാണ്. മാദാ തഖൂലു ഫി ഹാദർ റജുൽ മാ കുൻത തഖൂലു ഫി ഹാദർ റജുൽ. ചില റിവായത്തിൽ ഇങ്ങനെ 2 രൂപത്തിലും വന്നിട്ടുണ്ട്. ഈ മനുഷ്യനെ കുറിച്ചിട്ട് നീ എന്ത് പറയുന്നു, ഈ മനുഷ്യനെ കുറിച്ചിട്ട് നീ എന്ത് പറഞ്ഞിരുന്നു ഭൂമിയിൽ വെച്ച് എന്ന് ചോദിക്കപ്പെടും. ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടി പറയും, ഇത് എന്റെ റസൂലാണ്, അള്ളാഹു നിയോഗിച്ച പ്രവാചകരാണ്, ഞാൻ അവിടുത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്ന, തങ്ങളെ പിൻപറ്റുന്ന, തങ്ങളുടെ ജീവിതത്തെ അനുകരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പിച്ചു പറയാൻ കഴിയും. അനന്തരം അവനോട് അവൻ ഉൾക്കൊണ്ട ജീവിതത്തെക്കുറിച്ചും ദീനിനെ കുറിച്ചിട്ടും ഓരോന്നായി ചോദ്യം ചെയ്യപ്പെടും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പഠിച്ചത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കപ്പെടും. നീ പഠിച്ചത് എന്തൊക്കെയാണ്? അവിടെയാണ് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ മനുഷ്യൻ മറുപടിയായി പറയുന്നതാണ്, എനിക്ക് എന്റെ റബ്ബ് അവതരിപ്പിച്ചു തന്ന വിശുദ്ധമായ ഒരു ഗ്രന്ഥം കിട്ടിയിരുന്നു, ആ ഗ്രന്ഥത്തെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു, ആ ഗ്രന്ഥത്തെ ഞാൻ പഠിച്ചു എന്ന് മാത്രമല്ല അതിനെ ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
ഇത്രയും ആകുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു വിളിയാളമുണ്ടാകും, ഒരു അറിയിപ്പുണ്ടാകും. സദഖ അബ്ദി, എന്റെ അടിമ പറയുന്നത് സത്യമാണ്, അവൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എന്റെ അടിമയെ സന്തോഷത്തിന്റെ ലോകത്തെ സന്തോഷത്തോടുകൂടി ആസ്വദിക്കുന്നതിന് വേണ്ടി അനുവദിച്ചേക്കുക, അവന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ അവന്റെ സ്വർഗത്തിലെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതിന് പകരം ആദ്യമായി നരകഭാഗത്തേക്കൊരു കവാടം തുറക്കും. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ വെന്റിലേഷൻ മെല്ലെ ഒന്ന് ഉയർത്തും, എന്നിട്ട് അങ്ങോട്ടൊന്ന് എത്തി നോക്കുക എന്ന് പറയും. അവൻ വസിക്കുന്ന ഖബറിൽ നിന്നും നരകഭാഗത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചെറിയ വിൻഡോയുടെ ആ വെന്റിലേഷൻ ചെറുങ്ങനെ ഒന്ന് മാറ്റും, എന്നിട്ട് അങ്ങോട്ട് നോക്കുക എന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്യും. അത് കാണുമ്പോൾ അവൻ ഒന്ന് ഞെട്ടും, ഒന്ന് തരിക്കും, വെപ്രാളപ്പെടും. നരകത്തിന്റെ അദാബുകളും അതിന്റെ കാഠിന്യതകളും അതിന്റെ കഷ്ടതകളും ഒക്കെ അവൻ കാണുമ്പോൾ അവൻ ബേജാറാകും. ബേജാറായ ഉടനെ മലക്കുകൾ അവനോട് പറയും, ബേജാറൊന്നും ആകണ്ട, വിഷമിക്കുകയൊന്നും വേണ്ട, പേടിക്കുകയും വേണ്ട. അതായിരുന്നു ഒരു പക്ഷേ ഇന്ന് ജീവിച്ചു മരിച്ചതുപോലെ നീ ആയിരുന്നില്ലെങ്കിൽ നിന്റെ ജീവിത സാഹചര്യത്തിന്റെ പര്യാവസാനമായി മാറേണ്ടത്. ഇന്ന് നീ എത്തിയതുപോലെ നല്ല മാർഗത്തിലേക്ക് ഇവിടെ എത്തുന്നതിന് പകരം നിന്റെ മറ്റു സുഹൃത്തുക്കളൊക്കെ ജീവിച്ചതുപോലെ അടിച്ചു പൊളിച്ച് തോന്നിയവാസിയായി കഴിഞ്ഞുകൂടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നീ എത്തേണ്ടത് അവിടെയായിരുന്നു. അതൊന്ന് അറിയണം, നീ അതൊന്ന് കാണണം. അത് കാണാൻ വേണ്ടി മാത്രം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിനക്ക് വേണ്ടി ഒന്ന് പ്രദർശിപ്പിച്ചതാണ് എന്ന് മലക്കുകൾ പറയും. വേഗം അത് കൊട്ടിയടയ്ക്കുകയും പകരം സ്വർഗത്തിന്റെ ഭാഗത്തേക്കുള്ള കവാടം തുറന്നുകൊണ്ട് അതിന്റെ സന്തോഷത്തെ അനുഭവിക്കാൻ വേണ്ടി അവന് വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവനോട് നീ പുതുമാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക, ഇനി ബേജാറൊന്നും ആകണ്ട എന്ന് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ഇത്രയും രസകരമായ നിലയിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വളരെ കാണാൻ സൗന്ദര്യപൂർണമായ കോലത്തോടുകൂടി ഒരു പുരുഷൻ അവന്റെ ഖബറിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ ഇയാൾ സന്തോഷത്തോടുകൂടി കണ്ണും വിഴിച്ചുകൊണ്ട്, ആരാണ് താങ്കൾ? താങ്കളെ കണ്ടാൽ തന്നെ സന്തോഷം തോന്നുന്നല്ലോ, താങ്കൾ ഒരു സന്തോഷവുമായി വന്നവനെ പോലെ ഉണ്ടല്ലോ, ആരാണ് താങ്കൾ എന്ന് ചോദിക്കും. ഹദീസാണിതൊക്കെ. ആ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ അമലെ സ്വാലിഹാണ്, നീ ചെയ്തു കൂട്ടിയ സാലിഹായ അമലുകളാണ്. അല്ലാഹു തആല നമുക്കും ആ ഒരു സന്ധി നൽകുമാറാകട്ടെ, ആ ഒരു കണ്ടുമുട്ടൽ നൽകുമാറാകട്ടെ. ഇവിടെയാണ് നമ്മൾ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്, ഈമാനൻ വഹ്തിസാബൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ പരലോകത്തിന്റെ ആദ്യ കവാടം തുറക്കുന്ന ഖബറിന്റെ ഇടത്തിൽ നമുക്ക് വേണ്ടി സന്തോഷം പകരുന്ന ഒരു നല്ല പുരുഷന്റെ കോലത്തിൽ നമ്മെ സമീപിക്കുകയും നമുക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അമല് സമ്പാദിച്ചു കൂട്ടുന്നത്, നമ്മളുടെ കൂട്ടത്തിൽ കരുതി വെക്കുന്നത്. ആ നിലയിൽ തന്നെ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിന്റെ അമലെ സാലിഹാണ്, നീ ചെയ്തു കൂട്ടിയ സാലിഹായ അമലാണ്, നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പടച്ചവൻ എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്, അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ബേജാറാകണ്ട, നീ സന്തോഷത്തോടു കൂടി തന്നെ കിടന്നുറങ്ങിക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന് പുതുമാപ്പിളയുടെ ഉറക്കത്തിന് സമാനമായ ഉറക്കത്തിന് വിധിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു വാക്കുണ്ടല്ലോ, ദുആ. പടച്ചവനെ, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം എന്റെ ബന്ധുജനങ്ങളും എന്റെ സുഹൃത്തുക്കളും ഞാനുമായി ഒത്തൊരുമിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ഉറ്റവരും ഉടയവരുമൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുന്ന ദിവസം, ആ ഒറ്റപ്പെടുത്തുന്ന ദിവസത്തിൽ ഒരു പുതുമാപ്പിള ഉറങ്ങുന്നത് പോലെ അറയിൽ സുന്ദരമായ സുഖകരമായ സന്തോഷത്തിന്റെ ഉറക്കമുറങ്ങാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളായി മാറാൻ ആദ്യ രാത്രി. സൂഫിയാക്കളായ മഹാന്മാര് ഖബറിന്റെ രാത്രിയെ കുറിച്ചിട്ട് ആദ്യ രാത്രി എന്ന് പറഞ്ഞതിന്റെ അത്ഭുതം അവിടെയാണ് നമുക്ക് ബോധ്യപ്പെടുക. അത് ആദ്യ രാത്രിയാണ്. സൂഫിയാക്കളായ മഹത്തുക്കളുടെ വാക്കുകളുടെ അർത്ഥം ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സംസാരത്തിൽ നിന്നും അതൊക്കെ ഒഴിവാക്കാറുള്ളത്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതൊരു ആദ്യ രാത്രി തന്നെയാണ്. അള്ളാഹുവുമായി അടിമ കണ്ടുമുട്ടുന്നതിന്റെ പ്രാരംഭ ദിവസം, പ്രാരംഭ രാത്രി. ആ രാത്രിയിൽ ഉറക്കം വരൂല, ഉറങ്ങാതെ ഉറങ്ങും പോലെ അഭിനയിച്ചുകൊണ്ട് ആ സുഖങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ്, അയവറക്കുകയാണ്. ഒമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഒമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഹയാത്തിന്റെയും മൗത്തിന്റെയും ഇടയിൽ പരലോകത്തേക്കുള്ള വിളിയാളം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് കുറച്ചു കാലത്തെ ഇടുങ്ങിയ ഒരു ജീവിതം എന്നാണ് ബർസഖ് എന്നതിന് അർത്ഥം നൽകാറുള്ളത്. ആ ബർസഖ് അത് ഖബറിന്റെ ജീവിതമാണ്. അത് സന്തോഷകരമായ നിലയിൽ അനുഭവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വർഗീയമാണ്. നേരെ മറിച്ചായാൽ അത് നാരകീയമാണ്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കം വരാത്ത രാത്രിയാണത്, ആദ്യ രാത്രിയാണ്. സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്ന ഈ അടിമ അതിനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ അറിയാതെ അതിൽ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിധിക്കപ്പെടുന്നതിന് വേണ്ടി വിളിയാളമുണ്ടാകുന്ന ഖിയാമത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ
ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ എന്ന് വിളിച്ചു പറയുന്നത് ആളുകളൊക്കെ അത് നല്ലവരും പറയും, ചീത്തയായവരും പറയും. നല്ലവരെന്താ പറയുന്നത്? നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, നല്ലൊരു സ്വപ്നം, അതിന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോഴാണ് ഞങ്ങളെ വിളിച്ചു വിട്ടത്. ആരാണാവോ ഞങ്ങളെ വിളിച്ചു വിട്ടത്? മറുഭാഗത്ത് മോശക്കാരായ ആളുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, അവര് പറഞ്ഞു പോകുന്നതാണ്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളുടെ ഈ ഉറക്കിടത്തിൽ നിന്നും ഞങ്ങളെ വിളിച്ചു വിട്ടത്? കാരണം ഇതുവരെ ഉറക്കത്തിൽ അനുഭവിക്കുന്ന ഒരു താൽക്കാലികമായ ശിക്ഷയുടെ അഭിരുചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിന്റെ യഥാർത്ഥ ശിക്ഷയിലേക്കാണല്ലോ ഞങ്ങൾ നയിക്കാൻ പോകുന്നത്, ഞങ്ങൾ വഴിതെളിയിക്കപ്പെടാൻ പോകുന്നത്. ഫഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ് അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ വയൗമ തഖൂമുസ് സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ഫഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്, ഫറോവ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്ന ആളുകൾക്ക് വന്നുപോയ അല്ലെങ്കിൽ വന്നുപെട്ട അദാബിനെ കുറിച്ച്, ഭൗതിക ജീവിതത്തിൽ പടച്ചവൻ കൊടുത്ത ശിക്ഷയെ കുറിച്ചിട്ട് പറഞ്ഞു സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അനന്തരം അവർ മാറ്റി താമസിപ്പിക്കപ്പെട്ടിരിക്കുന്ന പരലോകത്തിന്റെ പ്രഥമ ഘട്ടമായ ഖബറിടത്തിന്റെ അവസ്ഥാവിശേഷത്തെ നമുക്ക് വേണ്ടി അള്ളാഹു വിശദീകരിച്ചു തരികയും ചെയ്യുന്നു. അന്നാർ, നരകം, അതിന്റെ എല്ലാ അലങ്കാരങ്ങളോടും കൂടി പടച്ചവൻ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. യുറദൂന അലൈഹ, ഈ വിഭാഗം ആ നരകത്തിന്റെ മീതെ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഗുദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായമേ, നരകത്തിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് ആ നരകത്തിന്റെ അദാബിലേക്ക് നമ്മളെ ഒന്ന് എടുത്തു കാട്ടുക, അല്ലെങ്കിൽ എത്തി നോക്കാൻ അവസരം തരിക, അത് തന്നെ ഏറ്റവും വലിയൊരു ശിക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യുക. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, ഈ ഖബറിടത്തിന്റെ താൽക്കാലികമായ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും മാറി മാറി ഖിയാമത്ത് വരെയും അവൻ നരകത്തിന്റെ അദാബിന്റെ മീതെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്, എടുത്തുകൊണ്ട് വെക്കപ്പെടുകയാണ്. ചെറിയൊരു തീക്കായുന്നത് പോലെ, ചെറുങ്ങനെ ഒന്ന് സ്പർശിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ. വയൗമ തഖൂമുസ് സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, കുറച്ച് കഴിയുമ്പോൾ ഖിയാമത്തിന്റെ വിളിയാളമുണ്ടാകും. ആ ഖിയാമത്ത് സാധ്യമാകും, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടും. പിന്നീട് പടച്ചവന്റെ ഭാഗത്തു നിന്നും അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഇതുവരെ ഏതൊരു വാതിലിലേക്കാണോ ഇവരെ ഇപ്പൊ ഇടും എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കാട്ടപ്പെട്ടിരുന്നത്, ആ അദാബിലേക്ക് ഇവരെ തള്ളിയിട്ടേക്കുക. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, ഇതുവരെ കത്തിക്കരിയുന്നതിന് വേണ്ടി എടുത്തിട്ടില്ല, ഇടും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയായിരുന്നു. ഇനി ഇട്ടുകൊള്ളുക എന്ന വിളിയാളം ഉണ്ടാകാൻ പോകുന്നു പരലോകത്ത് പടച്ചവന്റെ മുമ്പിലെ വിചാരണയ്ക്ക് ശേഷം, ഖിയാമത്തിന്റെ ആ ഭയങ്കരമായ ദിവസത്തിന് ശേഷം. അതുവരേക്കും താൽക്കാലികമായുള്ള ഒരു ഇരിപ്പിടം പോലെ, താൽക്കാലികമായ ഒരു വഴിയോര കേന്ദ്രം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗത്തെയും താമസിപ്പിച്ചിരിക്കുന്ന ലോകത്തെ കുറിച്ചിട്ടാണ് ഖബർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ പറയുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നാളുകളായപ്പോൾ എപ്പോഴും തങ്ങൾ ഈ ഖബറിന്റെ അദാബിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. കാരണം എന്താ? നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന തിരിച്ചറിവ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പോയിപ്പെടാൻ പോകുന്ന ആ ലോകത്തെ സംബന്ധിച്ചുള്ള ബോധം, ആ ബോധത്തിന്റെ പേരിൽ ദുആയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വർധനവ് വരുത്തിക്കൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്ത് നമ്മൾ നിർവഹിച്ചു പോരുന്ന നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം അള്ളാഹുവിനോട് ഈ ഖബറിന്റെ അദാബിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. 4 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് കാവലിനെ തേടിയിട്ടല്ലാതെ അത്തഹിയ്യാത്തിനെ അവസാനിപ്പിക്കരുത് എന്ന അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായം ഇന്നും അത് ഏറ്റുപറയുകയാണ്. അദാബുൽ ഖബറിൽ നമ്മൾ വിധിക്കപ്പെട്ടു പോയാൽ നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്കുള്ള യാത്രയിൽ ഖബറിന്റെ ഇടം ആദ്യത്തെ ഗേഹമാകുമ്പോൾ ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അനുഗ്രഹത്തിന്റെ മാലാഖമാര് വന്ന് സന്തോഷവാക്കുകൾ പറഞ്ഞ് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ആനയിക്കുന്ന നല്ലവരെ പോലെ നമുക്ക് ഖബറിടത്തിലേക്ക് ഉറങ്ങാൻ പോകാം. അതല്ലെങ്കിലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് ജബാനിയാക്കളായ ഒരു പറ്റത്തെ മലക്കുകളെ അള്ളാഹു നിയോഗിക്കുന്നതാണ്.
ഭീകരന്മാരുടെ കോലത്തിലും രൂപത്തിലുമായി മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് അവര് ആ മനുഷ്യനെ ഭീതിപ്പെടുത്തും, പേടിപ്പെടുത്തും. ആ ഭീതിയും പേടിയും തന്നെ മതി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞതുപോലെ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. പരലോകത്ത് വലത് കൈയിൽ നന്മതിന്മകൾ എഴുതിയ ഗ്രന്ഥം കിട്ടുന്ന മനുഷ്യന്റെ സന്തോഷത്തെ വിശദീകരിച്ചുകൊണ്ട് പടച്ചവൻ പറഞ്ഞു, ആളുകളുടെ മുമ്പിലേക്കൊക്കെ അവൻ ഇറങ്ങി നടക്കും. ഹാഉം ഖറഊ കിതാബിയ, നോക്കൂ എന്റെ കിതാബ് കണ്ടില്ലേ, എന്റെ കിതാബ്, സന്തോഷത്തിന്റെ ഗ്രന്ഥം. സ്വർഗത്തിലേക്ക് പോകാൻ പടച്ചവൻ നൽകിയിരിക്കുന്ന അനുമതിയുടെ പത്രം, ഇതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ, എന്റെ സന്തോഷത്തെ നിങ്ങളും കൂടെ അറിയട്ടെ. ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഇങ്ങനെ ഒരവസ്ഥ എനിക്ക് വരാനുണ്ടായ കാരണം എന്താണെന്നറിയുമോ? ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഇവിടെ ഒരു ഹിസാബ് ഉണ്ടാകും എന്ന ബോധം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നല്ല കിതാബുമായി വരാൻ കഴിഞ്ഞത്. നമ്മൾ അങ്ങനെ പറയുമല്ലോ, പരലോകത്ത് പടച്ചവന്റെ സന്നിധിയിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പടച്ചവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുമായിരുന്നില്ല. ആ ബോധം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, അവന്റെ നിയമങ്ങളെ തിരസ്കരിക്കുന്നത്, തള്ളിപ്പറയുന്നത്. ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ എന്ന ഈ പദത്തിന് ഉലമാക്കൾ, തഫ്സീറിന്റെ പണ്ഡിതന്മാരെ നൽകിയ അർത്ഥം, ഞാൻ അന്ന് അനുഭവിച്ച മരണത്തിന്റെ വേദന ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അത് തന്നെ മതിയായിരുന്നു ഒരു മനുഷ്യനെ വകവരുത്താൻ, ഒരു മനുഷ്യനെ വേണ്ടതുപോലെ പാഠം പഠിപ്പിക്കാൻ. അത് തന്നെ മതിയായിരുന്നു, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ടിയിരുന്നില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അത് തന്നെ മതി. ആരംഭത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മരണത്തിന്റെ നൊമ്പരവും വേദനയും അത് മാത്രം മതി. പിന്നെ ഖബറിന്റെ ശിക്ഷ വേണമെന്നില്ല, നരകത്തിന്റെ അദാബുകൾ വേണമെന്നില്ല, അത് തന്നെ മതിയായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, ഹലക അന്നി സുൽത്താനിയ. നേരത്തെ ഹിസാബ് കിതാബ് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി കഴിഞ്ഞുകൂടിയ നല്ല അടിമയുടെ അനുഭവത്തെ സ്വർഗീയമായ ഭാഷയിൽ പടച്ചവൻ പരിചയപ്പെടുത്തിയപ്പോൾ അതിന്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു വിഭാഗത്തിന്റെ ഭാഷയെ പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് ശിക്ഷയുടെ കാഠിന്യത താങ്ങവയ്യാതെയാകുമ്പോൾ അവരറിയാതെ പറഞ്ഞു പോകുന്നു, പടച്ചവന് ഇത്രയും വലിയ ശിക്ഷയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അന്ന് അനുഭവിച്ച മരണത്തിന്റെ നൊമ്പരം തന്നെ മതിയായിരുന്നല്ലോ, വേദന തന്നെ മതിയായിരുന്നല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ വേണോ? മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരിവരിയായി നിൽക്കുന്ന സബാനിയാക്കളായ മലക്കുകളുടെ മുമ്പിൽ കടന്നു വരികയും മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ തലയ്ക്കും ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് അവനെ ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തോടുകൂടി അവനോട് പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അഖ്റിജു അൻഫുസക്കും, ഖുർആനിന്റെ വാക്കിനെ തങ്ങൾ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്, നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് വിശദീകരിച്ച് തരികയാണ്. അഖ്റിജു അൻഫുസക്കും, ഇറങ്ങു പുറത്ത്, ഇറങ്ങടാ പുറത്തേക്ക് എന്ന് വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ വെപ്രാളപ്പെടും, ബേജാറാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പട്ടിന്റെ തുണി അല്ലെങ്കിൽ ഒരു സിൽക്കിന്റെ തുണി മുള്ളുകളുള്ള വൃക്ഷത്തിന്റെ കൊമ്പിലിട്ട് വലിച്ചെടുത്താൽ കറകറാ ശബ്ദത്തോടുകൂടി അത് കീറിപ്പറഞ്ഞു വരുന്നത് പോലെ അതിനേക്കാളും ഭയങ്കരവും ഭീതിജനകവുമായ രൂപത്തിൽ അവന്റെ ആത്മാവ് പുറത്തേക്ക് വരുന്നതാണ്. വരേണ്ട താമസം മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന നരകത്തിന്റെ ആ ഒരു ശില്പത്തിന്റെ ഉള്ളിലേക്ക് അതിനെ അടക്കം ചെയ്യുന്നതാണ്. അതുമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാത്ര പോകും. പക്ഷെ യാത്ര പോകുമ്പോഴൊക്കെ അവിടെ ആശീർവദിക്കാൻ മലക്കുകൾ കാത്തു നിൽക്കുന്നതിന് പകരം ഈ മനുഷ്യന്റെ നേരെ ശാപവാക്കുകൾ ചൊരിയുന്നതിന് വേണ്ടി. ആരാണിവൻ? ഇവന്റെ ദുർഗന്ധം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, നാട്ടിൽ ജീവിച്ചപ്പോൾ തന്നെ ഇവനെ കൊണ്ട് ഇടങ്ങേറായിരുന്നു, ഇവനെ കൊണ്ട് നാശമായിരുന്നു, ഷർറായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനെ കാത്തു നിൽക്കുന്ന നമുക്കും ഇവന്റെ നാറ്റം സഹിക്കാൻ കഴിയുന്നില്ല, ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ ദുസ്വഭാവത്തിന്റെയും ദുശ്ശീലത്തിന്റെയും ദുർഗന്ധത്തെ സഹിക്കാൻ കഴിയാതെ മലക്കുകൾ അവന്റെ മീതെ ശാപകോപങ്ങൾ ചൊരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേ ആത്മാവിനെ പോലെ തന്നെ 1, 2, 3, 7 ആകാശം കഴിഞ്ഞ് അപ്പുറത്തെത്തിയാൽ പടച്ചവന്റെ സന്നിധാനത്തിൽ അവനെ കുറിച്ചിട്ടും പറയപ്പെടുന്നതാണ്. അവന്റെ കിതാബ്, അവന്റെ പേര്, അവന്റെ ഫയല് അവിടെ രജിസ്റ്റർ ആക്കേണ്ട സ്ഥലത്ത് രജിസ്റ്റർ ആക്കിയേക്കുക, സിജ്ജീൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവനെ തള്ളിയേക്കുക എന്ന് പറയപ്പെടും. അവന്റെ ശരീരത്തിലും റൂഹിനെ മടക്കി കൊടുക്കപ്പെടും. അവന്റെ റൂഹ് ഇടപെടുന്ന ആ ശരീരത്തെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നതിന് വേണ്ടി കണ്ടാൽ പേടി തോന്നുകയും ഭീതി തോന്നുകയും ചെയ്യുന്ന തരത്തിൽ 2 മലക്കുകൾ കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു.
ആ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് ആ കോലം കാണുമ്പോഴുള്ള ഇവന്റെ വെപ്രാളത്തെയും ബുദ്ധിമുട്ടിനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഭാഷയിൽ ആക്രോശത്തിന്റെ ശബ്ദത്തോടുകൂടി അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് നിന്റെ റബ്ബ്? ആരാടാ നിന്റെ റബ്ബ്? ആ ചോദ്യത്തിൽ തന്നെ അവൻ കിടിലം കൊണ്ടുപോകും. ആഹ് എന്ന് വെപ്രാളത്തോടുകൂടി നാവിറങ്ങിപ്പോയി എന്ന് നമ്മൾ പറയുന്നില്ലേ, നാവിറങ്ങിപ്പോകുന്ന ആ വെപ്രാളത്തിൽ അവൻ എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ഇത് ആരാണെന്ന് നിനക്കറിയാമോ? എന്തു പറയുന്നു നീ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് നിന്റെ അറിവെന്താണ്, അനുഭവം എന്താണ്, നിന്റെ ജീവിത ശൈലി എന്താണ് എന്ന് ചോദിക്കപ്പെടും. ആ സമയത്ത് മോനോ വെപ്രാളം പിടിക്കും. എന്ന് പറയും, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, എന്തൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു അത് ഞാനും പറഞ്ഞു. ഹദീസിന്റെ വചനം ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു, ആളുകൾ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ കേട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മോശമാണ്, തങ്ങളെക്കുറിച്ച് മോശവും കുറ്റവും പറഞ്ഞപ്പോൾ അത് ഞാൻ കേട്ടു, അതുപോലെ ഞാനും പറഞ്ഞുപോയി. അതിന്റെ അബദ്ധമല്ലേ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് എൻ്റെ കൂട്ടുകാർ ചോദിച്ചപ്പോൾ ശരിയാണെന്ന് ഞാനും വിചാരിച്ചു. സുന്നത്തൊക്കെ പണ്ട് കാലത്തേക്ക് പറഞ്ഞല്ലേ, വയസ്സും പ്രായമൊക്കെ ആവുമ്പോൾ പറഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ ആളുകൾ പറഞ്ഞപ്പോൾ അത് ഞാനും പറഞ്ഞുപോയി. ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, അത് ഞാനും പറഞ്ഞു എന്ന് ഈ മനുഷ്യൻ പറയും. അവനോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിലൊക്കെ വ്യക്തമായ മറുപടി ഇല്ലാതെയാകുമ്പോൾ മലക്കുകളുടെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അവനെ ആഞ്ഞടിക്കുന്നതാണ്. ആ അടി കേൾക്കുമ്പോൾ അവൻ ഒരു അട്ടഹാസം മുഴക്കുകയും ചെയ്യുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിന്നുകളും മനുഷ്യരുമല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവന്റെ അട്ടഹാസത്തെ കേൾക്കുന്നതാണ്. മറ്റൊരു വചനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെങ്ങാനും ആ അദാബുകളെ കണ്ടിട്ട് പേടിച്ച് അരണ്ടു പോവുകയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെ ഒരിക്കലും പിന്നെ ഖബറിൽ അടക്കം ചെയ്യാതെ മടിക്കുകയും പേടിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നില്ല എങ്കിൽ നിങ്ങൾക്കും ആ അദാബ് കാണിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണാത്തത് വലിയ ഖൈറായി പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് പ്രിയമുള്ളവരെ. സുബ്ഹാനല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ മനുഷ്യന്റെ മീതെ ഉണ്ടാകുന്ന ശക്തമായ ശിക്ഷയുടെ നടപടിക്രമം അതിന്റെ തുടക്കം മാത്രം കൊണ്ടുള്ള അടിയേൽക്കുമ്പോൾ ആ മനുഷ്യൻ വെപ്രാളപ്പെട്ട് അട്ടഹസിക്കുന്നതാണ്. ആ അട്ടഹാസം ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കാൻ കഴിയും, ജിന്നും ഇൻസും ഒഴികെ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും കേൾക്കാം, മനുഷ്യരും ഭൂതങ്ങളും ഒഴികെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ നല്ലവനായ മനുഷ്യനോട് ഒരു പുതുമാപ്പളെ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടുകൂടി ആസ്വാദനവുമായി ഉറക്കം വരാത്ത രാത്രി പോലെ ആ നാളുകളെ തള്ളി നീക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വചനം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ റബ്ബി അഖിം അലൈഹി സ്സാഅ, യാ റബ്ബി അഖിം അലൈഹി സ്സാഅ. പടച്ചവനെ ഒന്ന് ഖിയാമത്ത് നാളായാ മതിയായിരുന്നു, ഒന്ന് ഖിയാമത്ത് നാളായി കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും കാണാമായിരുന്നല്ലോ, എനിക്ക് എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുമിത്രാദികളെയും കാണാമായിരുന്നല്ലോ, എനിക്ക് എൻ്റെ കുടുംബത്തോടും ബന്ധുമിത്രാദികളോടും ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം പറയാമായിരുന്നല്ലോ, പങ്കുവെക്കാമായിരുന്നല്ലോ. സാധാരണ മനുഷ്യന്റെ മനസ്സ് അവർക്കുണ്ടാകുന്ന അധികമായ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടായാൽ, മനസ്സിന്റെ ഒരു വിശാലത സംഭവിച്ചാൽ അത് ആരോടെങ്കിലും ഒന്ന് പറയണം, എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവൂ. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. പടച്ചവനെ ഒന്ന് ഖിയാമത്ത് വന്നാ മതിയായിരുന്നു, എന്റെ കുടുംബങ്ങളെ കണ്ടുമുട്ടാമായിരുന്നു, എനിക്ക് അവരോട് എന്റെ സന്തോഷത്തെ പങ്കുവെക്കാമായിരുന്നു എന്ന് സാലിഹായ മനുഷ്യന്റെ റൂഹ് ആശിക്കുമ്പോൾ ഈ ദണ്ടുകൊണ്ടുള്ള അടിയേറ്റ് അട്ടഹസിക്കുന്ന ഈ ദുർവൃത്തനായ മനുഷ്യൻ പറയുന്ന വചനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ചവനെ ഖിയാമത്താകരുതേ. എന്താ കാരണം? ഖിയാമത്താകരുതേ എന്ന് പറഞ്ഞാൽ കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവൻ കുറച്ചു കാലത്തേക്ക് ആരുടെയൊക്കെയോ മുമ്പിൽ ദയാഹർജി സമർപ്പിച്ചിട്ട് കാത്തിരിക്കുമ്പോൾ ഒരു നേരിയ പ്രതീക്ഷ ആ ഒരു ദിവസത്തെ കാത്തിരിക്കുകയാണ്. ആ ദിവസത്തിൽ എന്താകുമെന്ന വെപ്രാളത്തോടുകൂടി, ഒന്നുമല്ലെങ്കിലും കൊല ചെയ്യൂലാലോ, അതുവരെ ഇവിടെ സ്വസ്ഥമായിട്ടല്ലെങ്കിലും ജീവിക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ലാ തഖ്മിസ്സാഅ, ഖിയാമത്ത് വരല്ലേ എന്നാ മനുഷ്യൻ പറയും. മാത്രമല്ല, ഖിയാമത്തിന്റെ ദിവസത്തിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, എൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ, എൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുമിത്രാദികളുടെയും മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയനാക്കപ്പെടുകയും അവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പടച്ചവൻ എൻ്റെ ഈ വൃത്തികേടുകളൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതെനിക്ക് ലജ്ജയുണ്ടാക്കും. നേരത്തെ പറഞ്ഞ സാലിഹായ മനുഷ്യൻ എൻ്റെ നല്ല ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരുമായി സന്തോഷം പങ്കുവെക്കാൻ ആശിക്കുന്നത് പോലെ എനിക്ക് സംഭവിച്ച ഈ ബുദ്ധിമുട്ടുകളെ മറ്റൊരാൾ അറിഞ്ഞിട്ട് ഇനി കൂടുതൽ ബുദ്ധിമുട്ടാകണ്ട എന്ന് ഈ മനുഷ്യൻ ആശിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകത്തേക്കുള്ള പ്രഥമ ഘട്ടം ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ,
അതിൽ അവന് സന്തോഷമുണ്ടായാൽ പിന്നെ കാലാകാലത്തെ സന്തോഷമാണ്, അതിൽ അവന് ദുഃഖം വന്നാൽ പിന്നെ കാലാകാലത്തെ ദുഃഖമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയും. സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും കരയുന്നതിനേക്കാൾ ഏറെ ഖബർ കാണുമ്പോൾ കരയുന്നത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ, സഹോദരങ്ങളെ, സ്വർഗവും നരകവും പിന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം കണ്ടുമുട്ടുന്നത് നരകത്തെ അല്ല, സ്വർഗത്തെ അല്ല, അവൻ കണ്ടുമുട്ടുന്നത് ഖബറിനെയാണ്. ആ ഖബറിൽ അവൻ രക്ഷപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് രക്ഷപ്പെട്ടു, ഖബറിൽ അവൻ ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ അങ്ങോട്ടേക്ക് ശിക്ഷിക്കപ്പെടുകയായി. അതുകൊണ്ട് ആദ്യത്തെ പടിയെക്കുറിച്ചിട്ടാണ് എനിക്ക് ഒപ്രാളം, ആദ്യത്തെ പടിയെക്കുറിച്ചാണ് ഞാൻ ഭയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വചനങ്ങളിൽ ഖബറിന്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ചില ദുഷിച്ച കർമ്മങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ആ ദുഷിച്ച കർമ്മങ്ങളുടെ പേരിൽ ഖബറിന്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുകയും ചെയ്തു. വമാ യുഅദ്ദിബാനി ഫീ ഖബറിൻ ഇല്ലാ ഫീ കബീർ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഷയത്തിൽ പറഞ്ഞത്, അവർ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കുറ്റത്തിന്റെ പേരിലല്ല, ചെറിയ ചെറിയ ചില കുറ്റങ്ങളുടെ പേരിലാണ്. എന്താണ് നബിയെ ചെറിയ കുറ്റത്തിന്റെ പേരിൽ ഇങ്ങനെയും വലിയ ശിക്ഷ കൊടുക്കുന്നത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികൾ ചെയ്തു കൂട്ടിയ കർമ്മദോഷം എന്താണെന്ന് വെച്ചാൽ അവര് ഗീബത്ത് പറയുമായിരുന്നു, നമീമത്ത് പറയുമായിരുന്നു, ആരാനെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്തത് പറയുമായിരുന്നു, അങ്ങനെ ഏഷണി പറഞ്ഞു പരത്തുമായിരുന്നു. അതിന്റെ പേരിലാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം അവർ മൂത്രത്തിൽ നിന്നും സൂക്ഷിച്ചിരുന്നില്ല, ശുദ്ധിയാക്കിയിരുന്നില്ല, വൃത്തിയാക്കിയിരുന്നില്ല. വൃത്തിയും ശുദ്ധിയും ഇല്ലാത്തതിന്റെ പേരിൽ പോലും ചിലപ്പോൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വന്നു പോകുന്ന അശ്രദ്ധയുടെ പേരിൽ പോലും പടച്ചവൻ നമ്മളെ ആദ്യ പടിയിൽ പിടിച്ചു ശിക്ഷിക്കാൻ ഇടയുണ്ടെന്ന തിരിച്ചറിവ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെ വലിയ ഗൗരവമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ ചെറുതും വലുതുമായ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഖബറിന്റെ അദാബിന് വിധിക്കപ്പെടുന്ന അടിമകളുടെ പ്രവൃത്തി ദൂഷ്യത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ള റിവായത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വൃത്തിയും ശുദ്ധിയും ശ്രദ്ധിക്കാതെ കഴിഞ്ഞുകൂടുക, അത് ഖബറിൽ ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. ഇസ്തിബ്രാ ചെയ്യാതിരിക്കുക, അഥവാ മൂത്രമൊഴിക്കുകയോ മലമൂത്ര വിസർജനം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ വിശുദ്ധ ശരീഅത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ അതിൽ നിന്നും പരിപൂർണമായി ശുദ്ധിയാക്കാതെ അശ്രദ്ധമായ നിലയിൽ കഴിഞ്ഞുകൂടുക. നമ്മുടെ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ പുതിയ വസ്ത്രധീരിയും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളുടെ മൂത്രച്ചുളയിലൊക്കെ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എങ്ങനെങ്കിലുമൊക്കെ ശുദ്ധീകരിക്കുന്ന ആ ദുരവസ്ഥ കാണുമ്പോൾ നമുക്കൊക്കെ ഖേദം തോന്നിപ്പോകാറുണ്ട്. വാസ്തവത്തിൽ ശുചീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വലിയ കർമ്മമാണ്, വളരെ ശ്രദ്ധേയമായ വലിയ താല്പര്യത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട പുണ്യകർമ്മമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ വീഴ്ച വരുത്തിയാൽ ഖബറിൽ തന്നെ ശിക്ഷയുണ്ടാകുമെന്നാണ് പറയുന്നത്. ഖബറിൽ തന്നെ ശിക്ഷയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയ മറ്റു ചില കർമ്മങ്ങളിൽ ഒന്ന് നമീമത്താണ്. ആരാനെ കുറിച്ച് നമ്മൾ ആവശ്യമില്ലാത്തത് പറയരുത്. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മദ്യപാനമാണ്. പിന്നൊന്ന് തങ്ങളുടെ ഹദീസിൽ കാണുന്നത് സിനായാണ്. വേറെ ഒന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമസ്കാരത്തിൽ അലസതയും നമസ്കാരത്തിലെ മടിയുമാണ്. നമസ്കാരത്തിൽ അലസത കാട്ടുന്നതിന്റെ പേരിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടും, അതിൽ മടി കാണിക്കുന്നതിന്റെ പേരിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റു ഒരുപാട് ഹദീസുകളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ പ്രസംഗിച്ചിട്ടും കേട്ടിട്ടും പരിചിതമായിട്ടുള്ള ഇത്തരം കർമ്മങ്ങളിൽ നിന്നും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, വളരെ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് പെട്ടുപോകാതെ നമ്മൾ സൂക്ഷ്മത പുലർത്തുക. ഖബറിന്റെ അദാബിൽ നിന്നും രക്ഷ തേടുന്നതിന് വേണ്ടിയും അതിൽ നിന്നും മോചനം നേടിയെടുക്കുന്നതിന് വേണ്ടിയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില പുണ്യകർമ്മങ്ങളുണ്ട്. ആ പുണ്യകർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി പുലർത്താൻ വേണ്ടി ശ്രമിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാതിരാത്രിയിലെ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം അവന്റെ ഖബറിൽ വെളിച്ചം വീശുന്നതിന് വഴിയാണ്. രാത്രി കാലങ്ങളിൽ ഇരുളടഞ്ഞ നേരത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന ശീലമുണ്ടായാൽ അവൻ ഒറ്റയ്ക്ക് ഖബറിന്റെ ഇരുളടഞ്ഞ വീട്ടിൽ കടക്കുമ്പോൾ ആ നമസ്കാരം അതിൽ വെളിച്ചം വീശുന്നതാണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബ് ഇശാന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, തബാറക്കല്ലദി എന്ന അധ്യായം സ്ഥിരമായി ഓതിയാൽ അവന്റെ ഖബറിന്റെ ശിക്ഷ അല്ലാഹു തആല നീക്കിക്കളയുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ ഒരുപാട് ഹദീസുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ദിക്റാണ്. മാമിൻ അബ്ദിൻ അൻജാലഹു മിൻ അദാബിൽ ഖബർ ഇല്ലാ ദിക്റുല്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ,
അതിനേക്കാളും വലിയ ഒരു അഭയകേന്ദ്രം, രക്ഷാ കവചം, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം മറ്റൊന്നില്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുക, അധികമായി ദിക്റുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ നല്ല അമലുകളിലൂടെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് ചെന്നു ചേരാൻ അധ്വാനിക്കുക. അതോടൊപ്പം ഏതെങ്കിലും കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ അബദ്ധങ്ങളിൽ പെട്ടുപോവുകയും പാപകർമ്മങ്ങളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത് അവസാനം ഖബറിന്റെ ശിക്ഷയിൽ ചെന്നുപെടാതെ സൂക്ഷ്മത പുലർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും അത്യാവശ്യമായ നിർബന്ധമായ കടമയാണ്. അള്ളാഹു അത് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നോമ്പെടുക്കുന്നു, നമസ്കരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് മാത്രമാണ്. പരലോകത്തിന്റെ നന്മ ലഭിക്കണമെന്ന താല്പര്യത്തോടുകൂടി മാത്രമാണ്. പരലോകത്തിന്റെ പ്രഥമ പടിയായ ഖബർ മുതൽക്ക് അങ്ങോട്ട് നമുക്ക് ആശ്വാസമുണ്ടാകണം, സമാധാനമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. ഖബർ മുതൽക്ക് അങ്ങോട്ട് നമുക്ക് ദുഃഖമുണ്ടാകരുത്, ശിക്ഷയുണ്ടാകരുത്, വേദന ഉണ്ടാകരുത്, നിരാശയുണ്ടാകരുത്. നമുക്കും ഈ ഒരു നല്ല അവസ്ഥ ഉണ്ടാകണം, നമ്മുടെ ഭാര്യ മക്കൾക്കും ഉണ്ടാകണം, നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും ഉണ്ടാകണം. അള്ളാഹു തആല നമ്മളെ അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ മക്കളെയും അള്ളാഹു മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബാദികളെയും മാതാപിതാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ കാരുണ്യം മഗ്ഫിറത്തും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളുടെ മരണം ഈമാനോടെ ആക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിൽ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.